ഈ പാടൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം നമുക്ക്. ഫസ്റ്റ് എന്തായിരുന്നു? കെമിസ്ട്രി. കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the preparation, properties, structure, പിന്നെന്താ ആൻഡ് റിയാക്ഷൻസ് ഓഫ് മെറ്റീരിയൽ സബ്സ്റ്റൻസസ്. മാറ്റർ എന്താ എല്ലാവരും പറയട്ട? മാസ് പ്ലസ് വോളിയം അല്ലെ? മാസ് പ്ലസ് വോളിയം. പിന്നെ മാറ്റർ എത്രയായിട്ട് തരഞ്ഞിരിക്കാം? ഏതൊക്കെയാ? പ്യൂർ സബ്സ്റ്റൻസസും മിക്സ്ചേഴ്സും. പ്യൂർ സബ്സ്റ്റൻസസ് എന്താ? കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. പ്യൂർ സബ്സ്റ്റൻസസിന് എത്രയാക്കാം? എലമെന്റ്, കോമ്പൗണ്ട്. എലമെന്റിൽ എന്താ? ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം. കോമ്പൗണ്ടിൽ എന്താ? മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെ? പിന്നെ മിക്സ്ചേഴ്സ് എന്താ? കണ്ടെയ്ൻ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. എത്രയായിട്ട് തരഞ്ഞിരിക്കാം? രണ്ടായിട്ട് തരഞ്ഞിരിക്കാം. ഏതൊക്കെയാ? ഹോമോ, ഹെട്രോ. ഹോമോ എന്താ? യൂണിഫോം കോമ്പോസിഷൻ. ഹെട്രോ എന്താ? ഡിഫറെന്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെന്റ് പോർട്സ് അല്ലെ? എക്സാമ്പിൾസ് ഹെട്രോന്റെ എന്താ? സീ വാട്ടർ, മഡി വാട്ടർ, പിന്നെന്താ? സോയിൽ അല്ലെ? അതിനുശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? മാറ്റർ കണ്ടു. പിന്നെ ഏതാ? യൂണിറ്റ്സ് ആയിരുന്നു അല്ലെ? ഏതാ? ഫിസിക്കൽ പ്രോപ്പർട്ടി. എന്തുണ്ട്? എന്തില്ല? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്തില്ല? ക്യാൻ ബി മെഷേർഡ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ. ആണോ? പറയണ മക്കളെ അവിടെ ശ്രദ്ധിക്കേ. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താ? ക്യാൻ ബി മെഷേർഡ് ഓൺലി ബൈ ദ ഒക്കറൻസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച്. പിന്നെ അതിന് ശേഷം മാസം വെയിറ്റ് അല്ലെ? മാസ് എന്താ? എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. യൂണിറ്റ് എന്താ? മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. വെയിറ്റ് പക്ഷെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ? വെയിറ്റ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വെയിറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റിന്റെ യൂണിറ്റ് മറക്കരുത്. എന്താണ്? ന്യൂട്ടൺ ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? ന്യൂട്ടൺ. വെയിറ്റിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ ആണ് അല്ലെ? വോളിയംസ് എന്താണ്? സ്പേസ് ഒക്യുപൈഡ്. വോളിയത്തിന് പല യൂണിറ്റുകൾ നമ്മൾ കണ്ടു അല്ലെ? ഡെൻസിറ്റി പറയും മാസ് ബൈ വോളിയം അല്ലെ? മാസ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെ? അതിനുശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? ഓർത്തെടുക്കാൻ ശ്രമിക്കേ. പിന്നെ ഏതാ? ലോക ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. എത്ര ലോയാ? 5 ലോ. കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചാരാ? അന്റോണിയോ ലാവോസിയർ. എന്താ? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. പിന്നെ എന്താ? ലോ ഓഫ് എന്ത് പ്രൊപ്പോർഷനാ? ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. കണ്ടുപിടിച്ചാരാ? ജോസഫ് പ്രൗസ്റ്റ്. എന്താ ജോസഫ് പ്രൗസ്റ്റ് പറയുന്നത്? the same compound always contain exactly the same amount of elements by fixed ratio by mass. എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കുക. പിന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചാരാ? ജോൺ ഡാൾട്ടൺ അല്ലെ? എന്താ പറയുന്നത്? when two elements combine to form more than one compound, the different masses of one of the element fixed with the ശരിയായില്ലല്ലോ. different mass of the one of the element combined with the fixed mass of another element by a simple whole number ratio. പിന്നെ എന്തായിരുന്നു? ഗെലുസാക്ക് ലോ. when gases combine to form gaseous products, their volumes are in their simple whole number ratio. അവഗാഡ്രോ ലോ എന്തായിരുന്നു? equal volumes of different gases contain equal number of molecules under constant temperature and pressure അല്ലെങ്കിൽ same temperature and pressure അല്ലെ? പിന്നെ ഡാൾട്ടന്റെ ആറ്റമിക് മാറ്റം പറഞ്ഞ അവസാനിപ്പിക്കാം. എന്താ? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം അല്ലെ? ഐഡന്റിക്കൽ ആയിട്ടുള്ള ആറ്റംസിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ആറ്റംസിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാവും. ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന ആ മോളിക്യൂൾ ഉണ്ടാവുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു എന്തുണ്ട്? റേഷ്യോ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? മോൾ അല്ല, പിന്നെ എന്തായിരുന്നു? ജി അല്ല, അതുമല്ല, ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെ? എന്താ? AMU 1/12th mass of 1 carbon 12 atom. 1 AMU എത്രയായിരുന്നു വെയിറ്റ് വന്നത്? 1.66 into 10⁻⁻24 gram. -27 gram. -27 gram ആണോ കിലോഗ്രാം ആണോ? കിലോഗ്രാം. -24 gram -24 കിലോഗ്രാം. ശരിയല്ലേ? പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? ഓരോന്നിന്റെ വാല്യൂസ് പഠിച്ചു അല്ലെ? പെട്ടെന്ന് വേഗം ഓർത്തെടുത്ത് പറഞ്ഞു. ഹൈഡ്രജൻ 1, ഓക്സിജൻ, സൾഫർ 32, സൾഫർ എത്രയാ? 32, നൈട്രജൻ, കോപ്പർ 63.5, സോഡിയം 23, സിൽവർ 108. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സിന്റെ ആറ്റോമിക് മാസ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റഡി ചെയ്തു അല്ലെ? പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട എന്താ? 1 GAM. എന്താ 1 GAM? ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം ആറ്റം അല്ലെ? പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ മോളിക്യൂൾസിനൊക്കെ തരംതിരിച്ചു കേട്ടോ. ഹോമോന്യൂക്ലിയർ, ഹെട്രോന്യൂക്ലിയർ, ഡയാറ്റോമിക്, മോണാറ്റോമിക്, പോളിയാറ്റോമിക് ഒക്കെ കണ്ടിരുന്നു. പിന്നെ GAM, GMM അവിടെയാണ് നമ്മൾ ബ്രേക്കിട്ട് നിൽക്കുന്നത് അല്ലെ? GAM എന്താ? ഗ്രാം ആറ്റോമിക് മാസ്. നിങ്ങൾ പറഞ്ഞു എന്താ? ആറ്റോമിക് മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക.
അല്ലേ? പിന്നെ എന്താ GMM? എന്താ GMM? മോളിക്കുലാർ മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. മോളിക്കുലാർ മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. ശരിയല്ലേ? മോളിക്കുലാർ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് വന്നു. എന്താ ഒരു ഡസണിൽ എത്രയാ? 12 എണ്ണം അല്ലെ? ഒരു പെയറിൽ എത്രയാ? ഓർമ്മയില്ലേ? പറയണ 2 എണ്ണം എന്ന് പറഞ്ഞു. അതുപോലെ ഒരു മോളിൽ എത്രയാ? 6.022 into 10⁻23 എണ്ണം. ഇതെന്താ? കാർബൺ 12 ആറ്റത്തിലുള്ള 1 GaM കാർബൺ 12 ആറ്റത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. ഡെഫിനിഷൻ എഴുതിയില്ലേ? 1 മോളില് എഴുതിയോ? എന്തായിരുന്നു ആ ഡെഫിനിഷൻ ആയിട്ട് എഴുതി നമ്മള്? 1 മോൾ എന്തായിരുന്നു? amount of substance that contain the same number of entities as the number of atoms present in എത്ര ഗ്രാമാ? 12 gram of carbon 12 atom. കുഴപ്പമില്ലല്ലോ. എത്ര നമ്പർ വന്നേ? 6.022 into 10⁻23. എന്ത് നമ്പർ എന്ന് വിളിച്ചതിനെ? അവഗാഡ്രോ നമ്പർ. എന്ത് നമ്പറാണ്? അവഗാഡ്രോ നമ്പർ. കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട 2-3 റിസൾട്ടുകളിലേക്ക് കറങ്ങി തിരിഞ്ഞെത്തി അല്ലേ? 1 GaM എന്ന് പറഞ്ഞാൽ എന്താ? 1 മോൾ ആരാണ്? ആറ്റം. 1 മോൾ ആരാ? ആറ്റം. GaM എന്താ? ആറ്റോമിക് മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്ത് കൊടുത്താൽ മതി? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് വന്ന് എന്താ? GMM. അപ്പൊ എന്താ കിട്ടും നിങ്ങൾക്ക്? 1 മോൾ മോളിക്യൂൾ അല്ലേ? ലഭിച്ചോ? കറക്റ്റ് ആണല്ലേ? 1 മോൾ എന്ത്? മോളിക്യൂൾ. GaM എന്ന് പറയുമ്പോൾ 1 മോൾ എന്താ? ആറ്റം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് അല്ലെ? 1 മോള് ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റം? 6.022 into 10⁻23 ആറ്റംസ് അല്ലെ? 1 മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാലോ 6.022 into 10⁻23 പറയോ മോളിക്യൂൾസ്. ഇതല്ലേ റിസൾട്ട് ആയിരുന്നേ? അതിനുശേഷം നമ്മൾ ഫോർമുലകൾ, ബേസിക് ഫോർമുലകൾ കണ്ടു. എന്താണ്? നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ എന്തോ ഒരു കണക്ക് നമ്മൾ പ്രോബ്ലത്തിലാണ് ഫോർമുലയിലാണ് ചെയ്തത്. എന്താ? ഗിവൺ മാസ് ബൈ GaM ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരാ? ആറ്റം. അല്ല GMM ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് കിട്ടും. പത്തിൽ പഠിച്ചിട്ടുള്ള ഫോർമുല. പിന്നെയും കണ്ടു 1 മോള് വോളിയം എത്രയാ? HTP-യില് 22.4 അല്ലെ? അതിനും ഒരു ഫോർമുല ആക്കാം കേട്ടോ. അത് നോട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു എന്താ? ഗിവൺ വോളിയം. എന്താണ്? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ എത്രയാ? 22.4. ഗിവൺ വോളിയം divided by 22.4. 22.4 given volume by 22.4. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായി? കൺസെപ്റ്റ് എന്താ? 1 മോളിലുള്ള വോളിയം എത്രയാ? 22.4 ആണ്. അപ്പൊ ടോട്ടൽ വോളിയത്തിൽ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കുഴപ്പമില്ലല്ലോ. ഇന്ന് ആരോഗ്യം വരാത്തവര് നോക്കിയേ. ഇന്നലെ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ അപ്പുറത്ത് ഉണ്ടായിരുന്നു നോക്കി. ബോയ്സ് ആരെങ്കിലും ഉണ്ടോ? പുറത്തുള്ളവര് എല്ലാവരും ഉണ്ട്. ബോയ്സ്. ഗേൾസ് ആരെ മുടക്കണ്ടല്ലോ? ജിസിനെ മുടക്കാന്നുണ്ടോ അല്ലെ? പിന്നെ ആരാ മുടക്ക? പിന്നെ ആരാ? എന്നിട്ട് പുതിയ കുട്ടികൾ. പിന്നെ അന്ന ഇല്ലേ തോന്നുന്നു അല്ലെ? അന്ന വന്നിട്ടില്ല. അന്നയുടെ കൂടെ ഒരു ആ കുട്ടി കൂടി ഇല്ലായിരുന്നല്ലേ ഇതിന്? അന്നയുടെ കൂടെ ഇരിക്കണ്ടായിരുന്ന ആരാ? അനാമികയായിരുന്നു. അന്നയുടെ അപ്പുറത്തിൽ ഉണ്ടായിരുന്ന ആരാ? ലെസ്സനാണ്. ലെസ്സന വന്നിട്ടില്ലല്ലോ. പിന്നെ ആരാ തുടങ്ങിയത്? എടാ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ നോക്കിയാൽ അങ്ങോട്ടും ഉണ്ടാ? എല്ലാവരും ഉണ്ടാ? ബാക്കി നീ ആരെങ്കിലും ഉണ്ടാ? നിങ്ങളുടെ ബെഞ്ചിലാ? നിങ്ങൾ തരാണ്ട? ലെസ്സന ആരുടെ ബെഞ്ചിലാ? നിങ്ങളുടെ ബെഞ്ചിലാണ് അല്ലെ? അന്യോ ബെഞ്ചിലാന്ന് അല്ലെ? പിന്നെ നിങ്ങളുടെ ബെഞ്ചില് 2 പേരേ ഉള്ളൂ അല്ലെ? നിങ്ങളുടെ ബെഞ്ചിലാ 3 പേരുള്ളൂ. നിങ്ങളുടെ ബെഞ്ചിലാ 4 പേര്. കറക്റ്റ് ആണ്. അവിടെ ലെസ്സന വരാണ്ട്, അന്ന വരാണ്ട്. നിങ്ങളുടെ ബെഞ്ചിലാ? അപ്പൊ ഒരാൾ കൂടെ. ജിസ്ന ആരുടെ ബെഞ്ചിലാ? ഇവിടെയായിരുന്നു. ജിസ്ന വന്നിട്ടില്ലേ? അപ്പൊ എന്നാ വന്നേ? ലാസ്റ്റ് വന്നേ ശനിയാഴ്ച വന്നിരുന്നോളൂ അല്ലെ? ശനിയാഴ്ച ഉണ്ടായിരുന്നോ ജിസ്ന? കഴിഞ്ഞ ശനിയാഴ്ചയാണോ അത്? ഇപ്പൊ കഴിഞ്ഞ വീക്ക് വന്നിട്ടില്ലേ അവള്? എന്തുപറ്റി വരുന്നില്ലേ? അപ്പൊ ധാരണ വരുന്നില്ല? അതെ, അത് ശരി. ഓക്കെ. അപ്പൊ എന്താ? ജിസ്ന ഇല്ല. അപ്പൊ അന്യം പിന്നെ ആരാ? ലെസ്സനും അല്ലെ? 2 പേരാ മതി. 28, 29. ഓക്കെ. തിരിച്ചു വരിക. അപ്പൊ എന്താ? നമ്പർ ഓഫ് മോൾസ് എന്താ? ഗിവൺ വോളിയം ബൈ 22.4. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. 44.8 ലിറ്റർ. എത്രയാണ്? 44.8 ലിറ്റർ. എത്ര മോളാ? 2 മോള്. ഐഡിയ മനസ്സിലായില്ലേ? എന്താ? 1 മോളിന്റെ വോളിയം എത്രയാണ്? 22.4 അല്ലേ? അപ്പൊ 44.8 എത്ര വരിക? 2 മോള്. എത്ര വരും? 22.4 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കുഴപ്പമില്ലല്ലോ.
അതിന് ശേഷം നമ്മള് പ്രോബ്ലം സെക്ഷനിൽ ഈ വന്നിരുന്നു അല്ലെ. ലാസ്റ്റ് ചെയ്ത് വെച്ചാണ് പ്രോബ്ലം എന്താ? ലാസ്റ്റ് ചെയ്താണ് പ്രോബ്ലം നോക്കി ഒരു Na2CO3 കണക്ക് ചെയ്തു അല്ലെ. അത് കുഴപ്പമില്ലല്ലോ. നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് ടൈപ്പ് ഇൻ 5.11 സോഡിയം ആറ്റംസ് നമ്മൾ എഴുതിയത് അല്ലെ. ആണോ? സോഡിയം ആറ്റാണ് എഴുതിയത്. സോഡിയം ആറ്റംസിന് എവിടെയാണ് 5.3 gram ഓഫ് Na2CO3. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മള് അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണക്കാക്കി വെയിറ്റ് ഇട്ടിട്ട് പിന്നെ അതിനെ നമ്മൾ നമ്പർ ഓഫ് എലിമെന്റ്സിലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു അല്ലെ. എതിർപ്പില്ലല്ലോ. ശ്രദ്ധിക്കുക. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ പറഞ്ഞു വെച്ച ലാസ്റ്റ് ഒരു പോയിന്റ് എന്തായിരുന്നു? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആരും മിഠായികളൊക്കെ അല്ലെ. എന്തായിരുന്നു? ബോളിലൊന്ന് ശ്രദ്ധിച്ചു. ഇനി കണക്ക് കണ്ട ഒരു മിഠായിക്ക് 10 രൂപ, 5 മിഠായിക്ക് എത്രയാ? 50. എങ്ങനെയാ? 10 × 5. ഒരു മിഠായിക്ക് അല്ല 2 മിഠായിക്ക് 4 രൂപ, 3 മിഠായിക്ക് എത്രയാ? ഓർഡർ പറഞ്ഞേ. എങ്ങനെയാ ഓർഡർ പറ? 3 × 4 എത്രയാ? 2. എതിർപ്പില്ലല്ലോ. ഇതെല്ലാവർക്കും സെറ്റ് അല്ലേ? അപ്പൊ നോക്കി 4 മോളിന് 10 മോള്. വെറുതെ ഒരു കണക്ക് എഴുതാണ്. 4 മോളിന് 10 മോള്. അപ്പൊ 4.9 മോളിന് എത്രയാ? എത്ര മോള് വരും? 10 × 4.9/4. അത് എവിടെ വന്നാലും ചെയ്യാലോ. എവിടെ ആ മിസ്സിംഗ് ഫിഗർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാനായിട്ട് പറ്റണം. കുഴപ്പമില്ലല്ലോ. കാരണം മാറ്റിയിട്ട് നോക്കാം. അതായത് ഇങ്ങനെയാണെങ്കിലോ 5 മോളിന് 2.7 മോള് അല്ലെങ്കിൽ 2.7 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 3.9 ഗ്രാമിന് എത്ര മോളായിരിക്കും? പറഞ്ഞേ. 5 × 3.9 എത്രയാ? 2.7. എങ്ങനെ വന്നാലും തിരിഞ്ഞു വീടില്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി എന്ത് ചെയ്യാം? കണക്കുകൾ എഴുതുക. നമ്മൾ ലാസ്റ്റ് ചെയ്ത കണക്കുകൾ നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എഴുതുക. കാൽക്കുലേറ്റ് ഇലിസ്ട്രേഷൻ അപ്പൊ തന്നെ നമ്പർ പ്രോബ്ലം നമ്പർ എത്ര? പ്രോബ്ലം നമ്പർ തന്നെ 3 ആണോ? 3 4 3 എഴുതുക. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യണ്ടായിരുന്നു അല്ലെ. നമ്മള് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ആരൊക്കെയാണ്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. അത് ഓരോന്നായിട്ട് ചെയ്തു വരാം നമുക്ക്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. 1 atom of carbon 14. 1 atom of carbon 14. കാർബൺ 14 ആറ്റത്തിന്റെ ഒരു ആറ്റത്തിന്റെ വെയിറ്റ് കാണാനാണ് പറയുന്നത്. 1 atom of carbon 14. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. നമ്മളിത് മോൾ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്ത് ബേസ് ചെയ്തിട്ടാ? മോൾ കോൺസെപ്റ്റ് ബേസ് ചെയ്ത്. ശ്രദ്ധിക്കുക. പക്ഷേ ആദ്യം നോക്കാം. നമുക്കറിയാം 1 GAM of carbon. 1 GAM of carbon എത്ര ഗ്രാം ആയിരിക്കും? ഒന്ന് പറഞ്ഞേ. 1 GAM of carbon എത്ര ഗ്രാമാ? ഒക്കെ പറഞ്ഞേ. 14 ഗ്രാം. ശരിയല്ലേ? അതെന്താ? നിങ്ങൾ 12 ആണോ പറഞ്ഞേ? ആണോ? അല്ല. 1 GAM of carbon എത്ര വരിക? 14 ഗ്രാം. അപ്പൊ കാർബണിന്റെ വാല്യൂ പക്ഷെ നമ്മൾ എത്ര പഠിച്ചാണ്? 12. അതിപ്പോ 14 എഴുതിയാണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാർബൺ 14. അതായത് ആറ്റോമിക് മാസ് 14 ഉള്ള കാർബൺ ഉണ്ട്. മാസ് നമ്പർ 14 ഉള്ളുണ്ട്, 13 ഉള്ളുണ്ട്, 12 ഉള്ളുണ്ട്. കുഴപ്പമില്ലല്ലോ. കാർബൺ 12 ആണെങ്കിലാണ് കാർബണിന്റെ വെയിറ്റ് എത്ര വരിക? 12 ഗ്രാം വരിക. ഇവിടെ വരുന്ന എത്രയാ? കാർബൺ 14. അപ്പൊ 1 GAM ഓഫ് കാർബൺ എത്ര ഗ്രാമാണ് വരിക? പറയൂ മക്കളെ. എത്ര ഗ്രാമാ? 14 ഗ്രാം. അതെന്തുകൊണ്ടാ? കാർബൺ 14. 10 കേട്ടിട്ടുണ്ടാവുമല്ലോ. കാർബൺ 14 അല്ലെ. കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. പൊതുവില് കാർബണിന്റെ GAM എത്രയാ? വെറുതെ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള വെച്ചല്ല, പറയേ 12 എഴുതിയാൽ മതി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1 GAM ഓഫ് കാർബൺ 14 ആയതുകൊണ്ടാണ് എത്ര ഗ്രാം എഴുതിയാണ്? 14 ഗ്രാം എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി 1 GAM ഓഫ് കാർബൺ എത്ര മോളാ? പറഞ്ഞു. 1 GAM ഓഫ് കാർബൺ എത്ര മോളാ? ഒക്കെ പറയണോ? 1 മോളല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മാഷി GAM പകരം എന്ത് കൊടുക്കുകയാണ്? 1 മോൾ ഓഫ് കാർബണിന്റെ വെയിറ്റ് അപ്പൊ എത്രയാ? ഈ കേസിൽ 1 മോൾ ഓഫ് കാർബണിന്റെ വെയിറ്റ് എത്രയാ? 14 ഗ്രാം. യൂണിറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. 1 മോൾ കാർബണിന്റെ വെയിറ്റ് എത്രയാ? 14 ഗ്രാം. 1 മോൾ കാർബൺ എന്ന് വെച്ചാൽ എത്ര കാർബണാ? എത്ര കാർബണാ? 6.022 into 10⁻23 കാർബൺ അല്ലെ. അപ്പൊ 6.022 into 10⁻23 കാർബൺ ആറ്റംസിന്റെ വെയിറ്റ് ആണ് എത്ര ഗ്രാം? 14 ഗ്രാം. എതിർപ്പുണ്ടോ?
അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എഴുതാട്ടോ. ഇതൊന്നും സ്റ്റെപ്പുകളൊന്നും കാണിക്കണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി 1 GAM എന്ന് പറഞ്ഞാൽ 1 മോൾ കാർബൺ ആണ്. 1 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? അവഗാഡ്രോ നമ്പർ കാർബൺ ആറ്റംസ് ആണ്. അതിന്റെ വെയിറ്റ് എത്ര വരും? അപ്പോ എത്ര വരും? 14 ഗ്രാം വരും. കുഴപ്പമില്ലല്ലോ. ഇവരെ എതിർപ്പുണ്ട. ഇനി ശ്രദ്ധിക്കുക, ഇവരെന്താ ചോദിച്ചാണ് നമ്മളോട്? ഇവരെന്താ ചോദിച്ചാണ്? മാസ് ഓഫ് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1 ആറ്റം ആണോ? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1 ആറ്റം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 6.022 into 10⁻23 കാർബൺ ആറ്റംസിന്റെ വെയിറ്റ് ആണ് എത്ര? 14 ഗ്രാം. Therefore നമുക്ക് എത്ര ആറ്റത്തിന്റെ വേണ്ടേ? അപ്പൊ എന്താ എഴുതുന്നത്? Therefore പറയേ 1 കാർബൺ ആറ്റം ഈക്വൽ ടു എത്ര വെയിറ്റ് വരും? അപ്പൊ കണക്ക് പ്രശ്നമില്ലല്ലോ. കുഴപ്പമുണ്ട? എങ്ങനെ ചെയ്യാ? പറഞ്ഞേ, ഫോർമാറ്റ് പറഞ്ഞേ. 14 into 1 by എത്രയാ? 6.022 into 10⁻23. ശരിയല്ലടാ? കണക്ക് കൊണ്ടെന്ന് മനസ്സിലായ? ഒന്നുകൂടെ പറയാം. നമുക്ക് കാണേണ്ട എന്താ? കാർബൺ 14 ആറ്റത്തിന്റെ വെയിറ്റ്. ഒരു 14 ആറ്റത്തിന്റെ വെയിറ്റ്. അപ്പൊ 1 GAM ഓഫ് കാർബൺ എത്ര ഗ്രാമാ? 1 GAM എത്ര മോളാ? ആലോചിച്ച് ഉത്തരങ്ങൾ പറ. 1 GAM എത്ര മോളാ? 1 മോൾ. 1 മോൾ എത്ര എണ്ണ? 6.022 into 10⁻23 ആണ്. അപ്പൊ 6.022 into 10⁻23 കാർബൺ ആറ്റംസിന്റെ വെയിറ്റ് ആണ് എത്ര? 14 ഗ്രാം. അപ്പൊ 1 കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് ഈ ഫോർമാറ്റിൽ ഇട്ടാ കിട്ടില്ലേ? കാൽക്കുലേറ്റർ കൊണ്ടുവന്നിട്ടില്ലേ? ടൈപ്പ് ചെയ്തൊക്കെ അറിയില്ലേ? ബ്രാക്കറ്റ് ഇടാൻ നോക്കിയിരിക്കോ? ഉത്തരം ചെയ്തിട്ട് പറഞ്ഞു. പക്ഷെ വേഗം ചെയ്തിട്ട് അതിന്റെ ആൻസർ പറഞ്ഞുതരാ. ഈ മാസത്തെ ഫീസ് അടച്ചിട്ട് റെസിപ്റ്റ് ഉണ്ടാകുന്നതാണെങ്കിൽ അയക്കണം അല്ലേ? റെസിപ്റ്റ് മാഷ് അയച്ചാത്തൊരു ഫീസ് അടയ്ക്കാനുള്ളവരാണെങ്കിൽ എബിന് അടച്ചോ? ഫീസ് ഇല്ല, ഇന്ന് അടയ്ക്കണം. ആയത്തിനടച്ചോ? ബാക്കി അടച്ചിരുന്നോ? ഇല്ല, അടയ്ക്കണം കേട്ടോ. അടയ്ക്കാണ്ട് നാളേക്ക് അടയ്ക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യണം കേട്ടോ. അയച്ചാലും റെസിപ്റ്റ് അയക്കാം. ഇല്ലല്ലോ, അയച്ചിട്ടില്ലല്ലോ. പിന്നെ പുറകില് ജസ്റ്റ് ഫീസ് അടച്ചോ? റെസിപ്റ്റ് വന്നിട്ടില്ല അല്ലേ? ക്ലാസ് കഴിഞ്ഞ് മാഷ് വിടാട്ടോ. പിന്നെ ആരാ അപ്പുറത്ത്? നിതിൻ ഫീസ് അടച്ചോ? ഈ കൊണ്ടുവന്നിട്ട് തിരുമ്പയിക്കാം. ഓക്കെ, ഇന്ന് അയക്കണം കേട്ടോ. അയച്ചു. പിന്നെ ലെവിൻ അയച്ചാണല്ലേ? ലെവിൻ റെസിപ്റ്റ് അയക്കുന്നല്ലേ നമ്മള്? ജെനിഫർ അടച്ചോ? ജെനിഫർ ബിജു അടച്ചിട്ടില്ല. ഇന്ന് ക്ലിയർ ചെയ്യണം. ഇന്നൊന്ന് നാളെയും ക്ലിയർ ചെയ്യണം കേട്ടോ. മന്ത് ഫസ്റ്റ് ആണ് ഫീസ് കേട്ടോ. 7-ാം തീയതി 5-ാം തീയതി ഇടയിലേക്ക് ക്ലിയർ ചെയ്യണം. ചന്ദ്ര അയച്ചോ? ഇന്ന് അയക്കാം. ആൻഡ്രോസ് അയച്ചാണ് ഈ മാസം അല്ലേ? റെസിപ്റ്റ് അയക്കില്ല. അത് ബയോളജി വരുന്നുണ്ട് മോഡ്? ഇല്ല, 2 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ? ബയോളജി ഉണ്ട്. അല്ല, ബയോളജി ക്ലാസ്സിന് വരുന്നുണ്ടോന്ന്? ഉണ്ട്. അങ്ങനെ വെച്ചാൽ 300 അടയ്ക്കണം കേട്ടോ. 2 സബ്ജക്റ്റിനാണ് എത്ര പറഞ്ഞത്? 600 പറഞ്ഞു. ഞാൻ 900ന്റെ റെസിപ്റ്റ് അയക്കാം കേട്ടോ. അല്ല, അയച്ചിട്ടില്ലല്ലോ. ഇന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. പിന്നെ ആരാണെങ്കിൽ അയച്ചിട്ടോ ഫീസ്? ഇന്ന് നാളേക്ക് ക്ലിയർ ചെയ്യണം കേട്ടോ. എനിക്ക് ഫീസ് അറിയാലോ. ഫീസ് 900 ആണ് കേട്ടോ. എന്നുണ്ടെങ്കിൽ അടയ്ക്കണം. സാനിയ അയച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് അയക്കണം കേട്ടോ. നവീന അയച്ചാണ് അല്ലേ? റെസീറ്റ് ആക്കിയിട്ടുണ്ടോ? എനിക്ക് തന്നു. എനിക്ക് റെസീറ്റ് ആക്കിയിട്ടില്ല, അയച്ചിട്ടില്ല. ഇന്നോ നാളെ ക്ലിയർ ചെയ്യണം കേട്ടോ. അഞ്ജലിന്റെ അവിടെയോ? ഫീസ് തന്നല്ലേ? റെസീറ്റ് ആക്കിയിട്ടുണ്ടോ? റെസീറ്റ് ആക്കി. അവിടെയോ? എനിക്ക് റെസീറ്റ് ആക്കിയിട്ടില്ല അല്ലേ? പിന്നെ മരിയായിട്ട് നിങ്ങൾ അയച്ചെന്നോളൂ അല്ലെ? റെസീറ്റ് അയച്ചിട്ടില്ല. പിന്നെ ആരാധന ഫറോസ് റെസിപ്പീസ് അയച്ചു. റെസീറ്റ് അയച്ചിട്ടുണ്ടോ? ഫീസ് അടയ്ക്കാം കേട്ടോ. എന്നോളെ എന്തായിട്ടാ മക്കളെ? ആൻസർ കിട്ടിയ? എത്ര ആൻസർ വന്നേ? പറഞ്ഞേ. 2. വെരി ഗുഡ്. 2.32 into 10⁻³ എന്താ യൂണിറ്റ്? ഗ്രാം. 10⁻23 ഗ്രാമാണ് ആൻസർ വരിക അല്ലെ? എതിർപ്പില്ലല്ലോ. ഒരു ഓർഡർ ഉണ്ടല്ലേ പക്ഷെ ഇവിടെ ഒരു ഓർഡർ. ഞാൻ ചോദിക്കട്ടെ, ഒരു കാർബൺ 12 ആറ്റത്തിന്റെ വെയിറ്റ് എത്രയാ? കാർബണിന്റെ വെയിറ്റ് എത്രയാ? സാധാരണ രീതിയിൽ പറയുന്നത് കാർബൺ 12 വെയിറ്റ് എത്രയാ? 12 ഉണ്ട്.
അപ്പൊ ഇത് വീണ്ടും തെറ്റിക്കലടാ. ഒരു കാർബണിന് എങ്ങനെ 12 ഗ്രാം ഉണ്ടാവുക? ഒരു കാർബണിന്റെ വെയിറ്റ് എത്രയാ? 12. ഉറക്കെ പറഞ്ഞേ, 12 യു. കുഴപ്പമില്ലല്ലോ. അപ്പൊ കാർബണിന്റെ വെയിറ്റ് മാഷ് പറഞ്ഞു, ഒരു കാർബൺ 14 ആണ്. അപ്പൊ ഒരു കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എത്രയാ? 1 ആറ്റം ഓഫ് കാർബൺ. 1 ആറ്റം ഓഫ് കാർബൺ എത്രയാ? കണ്ണടച്ച് പറഞ്ഞേ. ഒരു കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് എത്രയാ? എത്ര യു ആ? 14 യു. ഏത് കേസില്? ഈ കേസിൽ ജനറലി പറയുമ്പോൾ കാർബൺ പറയുമ്പോൾ എത്രയാ പറയാറ്? 12 യു ആണ് പറയാറ്. ഇവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ട് കാർബൺ ഡൈനൈസോട്ടോപ്പ് കാർബൺ 14 ആണ്. അപ്പൊ 1 ആറ്റം ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ എത്ര യു ആ? 14 യു. ആലോചിച്ചിട്ടുള്ളൂ. ഇത്തരം ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 14 യു എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? ഒരു യു എത്ര ഗ്രാമാ? ഒരു യു എത്ര ഗ്രാമാ? 1.66 into 10⁻⁻⁻27 ഗ്രാം ആണോ? 7 ആ 4 ആ? 7 ആണ്. ഓക്കെ. അപ്പൊ 14 യു എത്ര ഗ്രാമാ? ഒരു യു നമ്മൾ പറഞ്ഞു. അപ്പൊ 14 യു എത്രയാ? 14 into 1.66 into 10⁻⁻⁻ എത്രയാ? 27. ഇതൊന്നും അടിച്ചു നോക്കിയിട്ട് ഉത്തരം പറഞ്ഞത് മോശം എത്രയാ പറഞ്ഞേ? അങ്ങനെയും ചെയ്യാം. അതാണ് പറഞ്ഞത്. 1.66 into 10⁻⁻27 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര പറഞ്ഞാൽ നേരെ അടിക്കാം. ബ്രാക്കറ്റ് ഒന്നും ഇട്ടണ്ട. എത്ര പറഞ്ഞാൽ ചെയ്യുമ്പോ 14 into 1.66 into 10⁻⁻27 എത്ര വരുന്നേ? 2.32 into 10⁻⁻ എത്രയാ? പവർ -26 ആ? 6 ആണോ 3 ആണോ? 6 ആണ്. അപ്പൊ വാല്യൂ മിസ്സിംഗ് ഉണ്ടല്ലോ. -27 ആണോ 24 ആണോ നോക്കി. എത്രയാ നോക്കി? AMU മാറി എഴുതിയിട്ടുണ്ടല്ലോ. ഗ്രാമിൽ വരുമ്പോ 24 ആണ് കേട്ടോ. 27 അല്ല 24. ആ ഭാഗം എടുത്തേ. അപ്പൊ 23 തന്നെ വരുവേ. അപ്പൊ ഓപ്ഷൻ എടുത്തേ. 1 AMU ന്റെ ഭാഗം എടുത്തേ. 1 AMU. 1 AMU ന്റെ വെയിറ്റ് എത്ര രീതിയാണ്? 1 AMU equal to 1.66 into 10⁻⁻27. അപ്പൊ അങ്ങനെ വരിക. 27 കിലോഗ്രാം തന്നെയാണോ എഴുതിയുടെ? അപ്പൊ 24 എന്താ വരിക? ഗ്രാം ആണ് കേട്ടോ. ഓക്കെ. ഗ്രാം എഴുതിയിട്ടുണ്ടോ? രണ്ടിലും എഴുതിയിട്ടില്ലേ? കിലോയില് മാത്രമാണ് എഴുതിയത് അല്ലെ? അപ്പൊ അത് ഗ്രാമിലും കൂടെ എഴുതി വെച്ചോളൂ കേട്ടോ. നമ്മളിവിടെ കിലോയിലല്ലോ ചെയ്യേണ്ടത്. എന്തിനാ ചെയ്യേണ്ടത്? ഗ്രാമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രാമിൽ എത്ര കിട്ടും? അപ്പൊ അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ അവിടെ 1 AMU എത്രയാ? 1 AMU equal to 1.66 into 10⁻⁻23 അല്ല സോറി 24 എന്താ? 24 എന്താ? ഗ്രാം. അല്ലെങ്കിൽ കിലോയില് പറയുകയാണെങ്കിൽ 1 AMU 1.66 into 10⁻⁻ എത്രയാ? 27 എന്താ? കിലോഗ്രാം. എതിർപ്പില്ലല്ലോ. AMU ന്റെ വാല്യൂ കറക്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ തെറ്റ് എഴുതിയിട്ടില്ല. നമ്മൾ ഇതിൽ തന്നെ എഴുതിയത് മാത്രം. ഇതിലാ കിലോഗ്രാമിൽ എഴുതിയത് മാത്രം. കണക്ക് ചെയ്യുമ്പോ നമുക്ക് എന്ത് വേണം? പക്ഷേ ഗ്രാം. ഗ്രാം ആക്കുമ്പോ എത്രയാ? 10⁻⁻24 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോ സെയിം വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കിയേ. നമ്മള് മോളിന്റെ കൺസെപ്റ്റ് വെച്ച് ചെയ്ത് കിട്ടിയ ഉത്തരവും പിന്നെ ഏത് കൺസെപ്റ്റാ? യുവിന്റെ കൺസെപ്റ്റ് വെച്ച് ചെയ്ത് കിട്ടിയ ഉത്തരം എന്താ? സെയിം ആണ്. പ്രശ്നമില്ലല്ലോ. ഈസി അല്ലേ? അടുത്ത ചോദ്യം എഴുതുക. അതിന്റെ സബ് ക്വസ്റ്റ്യൻ 2. 1 molecule of nitrogen. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ 1 molecule of nitrogen. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 1 molecule of nitrogen. 1 molecule of nitrogen. ശ്രദ്ധിക്കുക. 1 molecule of nitrogen. അപ്പോ നമുക്കിവിടെ വേണ്ട എന്താ? ഒരു എന്ത് മോളിക്യൂള്? ഒരു നൈട്രജൻ മോളിക്യൂളിന്റെ എന്ത് വേണം? മാസ് കണക്കാക്കണം. ഒരു നൈട്രജൻ മോളിക്യൂളിന്റെ എന്ത് കണക്കാക്കണം? മാസ് കണക്കാക്കണം. എതിർപ്പില്ലല്ലോ. ക്ലിയർ അല്ലേ? ഒരു നൈട്രജൻ മോളിക്യൂളിന്റെ എന്ത് കണക്കാക്കണം? മാസ് കണക്കാക്കണം. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു കാര്യം അറിയാം. 1 എന്താ എഴുതണ്ടേ? G1 G അത് പറഞ്ഞേ mm. വെരി ഗുഡ്. എന്തുകൊണ്ടാ mm? വെരി ഗുഡ്. 1 GMM ഓഫ് നൈട്രജൻ. ഇനി അതിന്റെ വാല്യൂ എത്രയാ? എത്ര ഗ്രാമാ? ആലോചിച്ച് പറയാ. എത്രയാ? ഉറക്കെ പറഞ്ഞേ. പെൺകുട്ടിയോട് പറയുന്നില്ലല്ലോ. 28 ഗ്രാം. എന്തുകൊണ്ടാ? 1 GMM. എന്താ GMM? മോളിക്യുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. നൈട്രജന്റെ ആറ്റോമിക് മാസ് എത്രയാ? 14. അപ്പൊ N2 എന്ന് പറയുമ്പോ മോളിക്യുലാർ മാസ് എത്രയാ?
14 × 2 28. ആ മോളിക്കുലർ മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? GMM. അപ്പൊ 1 GMM ഓഫ് നൈട്രജൻ എത്ര ഗ്രാമാ? 28 ഗ്രാം. അപ്പൊ 28 ഗ്രാം ആണ് എന്ത്? 1 ചോദിക്കട്ടെ മക്കളെ, 1 GMM എത്ര മോളാ? 1 മോൾ. അപ്പൊ 1 മോൾ ഓഫ് നൈട്രജൻ ഈക്വൽ ടു എത്ര ഗ്രാമാ? 28 ഗ്രാം. എതിർപ്പുണ്ടാ? 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണ? ശ്രദ്ധിക്കുക, 6.022 into 10⁻23 നൈട്രജൻ മോളിക്യൂൾസ്. വെരി ഗുഡ്. നൈട്രജൻ മോളിക്യൂൾസിന്റെ വെയിറ്റ് ആണ് എത്ര ഗ്രാം? 28 ഗ്രാം. Therefore നമുക്ക് എത്ര എണ്ണത്തിന്റെ വെയിറ്റ് ആ വേണ്ടേ? ഒരെണ്ണത്തിന്റെ വെയിറ്റ് അല്ലേ വേണ്ടേ? Therefore മാസ് ഓഫ് എത്രയാ? മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് ആര്? 1 മോളിക്യൂൾ ഓഫ് ആരാ? നൈട്രജൻ. പറഞ്ഞേ ഇവിടെ കണക്ക് പറഞ്ഞേ, ഫോർമാറ്റ് പറഞ്ഞേ. 28 into 1 by എത്രയാ? 6.022 into 10⁻23. ഐഡിയ മനസ്സിലായ? ബുദ്ധിമുട്ടുണ്ടാ? അതിന്റെ വാല്യൂ ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞിട്ട് എഴുതുക. വേഗം അവിടെ കുറച്ച് സ്പീഡ് ആയിക്കോട്ടെ, കണക്കുകളോട് നീങ്ങട്ടെ. ഇനി സ്റ്റോഷിയോമെട്രിയുടെ കണക്കുകളൊക്കെ ചെയ്യാനുണ്ട്. വേഗം അവിടെ. മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് നൈട്രജൻ 28 into 1 divided by എത്രയാ? 4.65 into 10⁻, എത്രയാ? 4.65 into 10⁻⁻23 23 യൂണിറ്റ്. എന്തായിരുന്നു ഇതിനെ വരികയില്? യൂണിറ്റ് യൂണിറ്റ് എന്താ? ഗ്രാം. അത്രയും ഗ്രാമാണ് യൂണിറ്റ് വരിക കേട്ടോ. 4.65 into 10⁻⁻23 ഗ്രാമാണ് എന്ത് വരിക? യൂണിറ്റ് ഗ്രാം. ഓക്കെ. Mass of 1 molecule of nitrogen 28 into 1 divided by 6.022 into 10⁻23. അടുത്ത കണക്ക് തന്നപ്പോ തന്നെ ചെയ്ത് മുട്ടിക്കോ? ഒരെണ്ണം തന്നെ ചെയ്യോ? മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. തേർഡ് സബ് ക്വസ്റ്റ്യൻ, മാസ് ഓഫ് 1 molecule of water. തേർഡ് സബ് ക്വസ്റ്റ്യൻ, 1 molecule of വാട്ടർ. തന്നെ ചെയ്തേ. അപ്പൊ ആലോചിച്ച് ചെയ്തോളൂ. തിരക്കൂട്ടിട്ട് തെറ്റിക്കോ. ആലോചിച്ച് ചെയ്യാ. 1 molecule of water. 1 molecule of water. അപ്പൊ ഇത് വന്ന ആളുകളുടെ മാത്സ് ക്ലാസ് കുറച്ചുകൂടെ ഫോർവേഡ് ചെയ്താ എന്തായി? എത്ര ക്ലാസ് ആയി? കംപ്ലീറ്റ് ചെയ്തു. നോട്ട് കൊണ്ടുവന്നുണ്ടായി. ഇതിനോ എത്ര ക്ലാസ് കൂടി ഉണ്ട്? 3 കൂടി ഉണ്ട്. മൊത്തം 7 ക്ലാസ്സാ. എത്ര വരെ കണ്ടു? 4 വരെ കണ്ടു. അപ്പൊ 2 കൂടി കണ്ടിട്ടുള്ളൂ എക്സ്ട്രാ. ഇന്ന് പോയിട്ട് ഒരെണ്ണം കാണോ? പോയിട്ട് നോട്ട് കൊണ്ടുവന്നുണ്ട്. അതുവരെയുള്ള നാളെ കൊണ്ടുവരണം കേട്ടോ. സാനിയുടെ എന്തായി? കംപ്ലീറ്റ് ചെയ്തോ? നോട്ട് കൊണ്ടുവന്നുണ്ടോ? കൊണ്ടുവന്നുണ്ടായിരുന്നു. കൊണ്ടുവന്നോ? നോട്ട് വന്നു. വേറെ ആരെയുള്ള അനാമിക കണ്ടു തുടങ്ങിയോ? ഗ്രൂപ്പിൽ ആഡായോ? ഇതിന്റെ പ്ലേ കിട്ടിയിട്ടില്ല അല്ലെ? അല്ലിയോ? അല്ലിപ്പോ പാടെ സെറ്റ് ആയ ചേച്ചി പറഞ്ഞാ പിന്നെ കണ്ടു തുടങ്ങിയ? എത്ര ക്ലാസ് കണ്ടു? 4 ക്ലാസ് കണ്ടു. നോട്ട് എഴുതിയ? അല്ല എഴുതിയുണ്ടോ? എഴുതിയിട്ടുണ്ട്. പിന്നെ ആരെ സാന്ദ്ര ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ആരുള്ള അധീനിയും തീയും എന്താ കണ്ടു തുടങ്ങിയ ക്ലാസ്സുകൾ? 2 കണ്ടു. ഇത് കിട്ടിയോ? നോട്ട് എഴുതിയിട്ട? കൊണ്ടുവന്നിട്ടാ? വരൂ. ഇന്നെടുത്ത് വെച്ചോ ഭക്ഷണം. അവിടെയോ തീയോ? 1 ക്ലാസ് കണ്ടിട്ടുള്ളൂ. തീർക്കണം. ഇന്ന് പോയിട്ട് ഒരെണ്ണം കൂടെ കാണാം കേട്ടോ. എന്താ നോക്കലേ? 18/6.022 into 10⁻23 കിട്ടിയ? എത്ര വെയിറ്റ് വന്നത് ചെയ്തപ്പോ?
ഇതാ 2.99 into 10 raised to minus 23. അത്രയും യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? ഗ്രാം. ഗ്രാം മാർക്ക് ചെയ്തോളൂ അത്രയും ഗ്രാം. ഇനി അടുത്തതും കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യണോ? പക്ഷെ അത് ചെയ്യാം, ചെയ്തു പോവാൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. ബോർഡ് ശ്രദ്ധിച്ചേ, അതായത് ബോർഡ് ശ്രദ്ധിക്കും. 1 GMM ഓഫ് ആരാ വാട്ടർ. 1 GMM ഓഫ് ആരാ വാട്ടർ. വാട്ടറിന്റെ GMM എന്താ? 16. ഓക്സിജൻ 16. എത്ര ഹൈഡ്രജനാ? 2 ഹൈഡ്രജൻ. അപ്പൊ 16 ഇട്ടു 18 എന്ത്? 18 ഗ്രാം. അപ്പൊ ഇവിടെ H2O 1 GMM എത്ര മോളാ? 1 മോള്. എത്ര ഗ്രാമാ? 18 ഗ്രാം. 1 മോൾ എത്രയാ? മോളിക്യൂൾസ് ഓഫ് ആര്? H2O. എത്ര ഗ്രാമാ? 18 ഗ്രാം. അപ്പൊ മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് ആര്? H2O എത്രയാ? 1 into 18 by 6.022 into 10 raised to 22. ഇത്രയും സ്റ്റെപ്പുകളാകുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തെറ്റിക്കരുത്. പക്ഷെ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഏത് എഴുതാം? ഈ സ്റ്റെപ്പ് എഴുതിക്കൂടെ? മനസ്സിലാലോചിച്ചിട്ട് 1 GMM എത്രയാ? 18. അപ്പൊ 1 മോള് 6.022. അപ്പൊ 6.022ന്റെ വെയിറ്റ് എത്രയാ? എത്ര ഗ്രാമാ? പറഞ്ഞേ 18 ഗ്രാം. അപ്പൊ ഓക്സിജൻ സ്റ്റെപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഏറ്റവും ആദ്യം എഴുതാം. എന്നിട്ട് നമുക്ക് എത്രണ്ണത്തിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാം? ഒരെണ്ണത്തിന്റെ വെയിറ്റ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നോ ഇഷ്യൂ. അപ്പൊ കുറച്ചുകൂടെ സ്റ്റെപ്പ് എന്ത് ചെയ്യും? കുറയുന്നു മാത്രമേ. ഇത് നമ്മുടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റിലൊക്കെ എപ്പോഴും. ഇനി വേറെ കാര്യം കേട്ടോ, കാൽക്കുലേറ്റർ എല്ലാവരും കൊണ്ടുവരണം കേട്ടോ. കാൽക്കുലേറ്റർ എല്ലാവരും കൊണ്ടുവരണം. ഇപ്പൊ പണ്ടൊക്കെ എഴുതി വാല്യൂറ്റി വെച്ച് കഴിഞ്ഞാല് ബോർഡ് ശ്രദ്ധിച്ച് ഇങ്ങനൊരു ചോദ്യത്തിന് 2 മാർക്കാണെന്ന് കരുതുക. ഇങ്ങനൊരു ചോദ്യത്തിന് 2 മാർക്കാണെങ്കിൽ 1 GMM ഓഫ് H2O ഉണ്ടെങ്കിൽ ഇവിടെ എത്ര മാർക്ക് കിട്ടും? നമുക്ക് 1/2 മാർക്ക് കിട്ടും. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ബോക്സ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് എഴുതി എത്ര മാർക്ക് കിട്ടും? 1/2 മാർക്ക് കിട്ടും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം, അതിന് എത്ര മാർക്ക് കിട്ടും? 1/2 മാർക്ക് കിട്ടും. ഇത് കഴിഞ്ഞിട്ടൊരു ഉത്തരം നമ്മൾ പറഞ്ഞു അല്ലെ? എത്രയാ? 2.99 into 10 raised to minus 23 മറ്റോ. അങ്ങനെ ഒരു ഉത്തരം എഴുതി എത്ര മാർക്ക് കിട്ടും? 1/2 മാർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് വരാറ്? മാർക്കിംഗ് സ്കീം വരാറ്. അപ്പൊ അപ്പൊ ഫൈനൽ ഉത്തരം തെറ്റിയാൽ എത്ര മാർക്ക് കിട്ടും? 1.5 മാർക്ക് കിട്ടും അല്ലെ? അല്ല, ഉത്തരം തന്നെ തെറ്റി, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് അറിയില്ല, അപ്പോഴും എത്ര മാർക്കിനുള്ള സാധ്യതയുണ്ട്? പഠിച്ചത് മാത്രം, ബൈഹാർട്ട് പഠിച്ചത് മാത്രം എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? 2-1 കിട്ടും. അങ്ങനെയൊക്കെ സ്കീം. ഇപ്പൊ ഇത്തവണ നമുക്ക് ടീച്ചർ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തവണ +1 +2 പേപ്പർ കാര്യമായിട്ട് കെമിസ്ട്രിക്ക് ഈ ഫൈനൽ ഉത്തരം തെറ്റാണെങ്കിൽ മൊത്തം എന്ത് ചെയ്യാന്ന് പറഞ്ഞേ? ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞത്. അത് ഭയങ്കരമായിട്ട് മാർക്ക് വ്യത്യാസം വരാൻ കാരണം ഫൈനൽ ഉത്തരം തെറ്റാണെങ്കിൽ എന്താണ്? മൊത്തം ക്യാൻസൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞു ടീച്ചർ. എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് പക്ഷെ അറിയില്ല, പക്ഷെ സാധ്യത ഉണ്ടാവാൻ എന്താ നമ്മൾ കരുതണത്. അപ്പൊ നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടത് ഏത് തെറ്റി? ഈ ഫൈനൽ ഉത്തരം തെറ്റി കഴിഞ്ഞിട്ട് മൊത്തം എന്ത് ചെയ്യാണ്? അടിച്ചു പോകണം. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് കൂട്ടി വെക്കുമ്പോൾ, ഇതിപ്പോ ഈ റിസൾട്ട് പലർക്കും ഉണ്ട്, കൂട്ടി നോക്കുമ്പോ എങ്ങനെ പോയാലും 50 മാർക്ക് 55 മാർക്കൊക്കെ ഉണ്ട് പക്ഷെ കൂട്ടി കിട്ടിപ്പോയി വന്നപ്പോ എത്ര 45 46 ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. ഇവര് കൂട്ടുമ്പോ എങ്ങനെ കൂട്ടുണ്ടാവും? ഈ ചോദ്യം ശരിയാ. അപ്പൊ എത്ര ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ തെറ്റിയിട്ടുണ്ടെങ്കിലും എത്ര പ്രതീക്ഷിക്കാം? 1.5 മാർക്കെങ്കിലും പ്രതീക്ഷിക്കാം. മനസ്സിലായ? പക്ഷെ ആ ഉത്തരം തെറ്റി കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യാണ്? ഫുള്ള് വെട്ടികളെയാ. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പൊ ഈ ഉത്തരം കിട്ടണമെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? കൃത്യമായിട്ട് എന്തിൽ പഠിക്കണം? കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യാൻ പഠിക്കണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം കണ്ടു. നമ്മളൊരു ബ്രാക്കറ്റ് ഇല്ലാണ്ട് ടൈപ്പ് ചെയ്തപ്പോ എന്താ കിട്ടിയേ? തോന്നിയ ഉത്തരം കിട്ടിയ. ശരിയല്ലേ? അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാൽക്കുലേറ്റർ നിർബന്ധമായിട്ട് കൊണ്ടുവരിക. മാത്രമല്ല കൃത്യമായിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക? നോക്കുക. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നത്തെ വർഷമൊക്കെ നോക്കുമ്പോൾ ഫൈനൽ ആൻസറിന് നമ്മൾ അത്ര എന്ത് കൊടുക്കാറില്ല? സ്ട്രെസ് കൊടുക്കാറില്ല. അപ്പൊ ആവറേജുകാർക്കൊക്കെ എന്താ ആവറേജ്, അതിന്റെ മുകളിലേക്കുള്ളവരൊക്കെ ഇത് ചെയ്ത് മുട്ടിക്കും. അതിന്റെ താഴേക്കുള്ളവർ നിൽക്കുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ അധികം നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ഉത്തരം 100% എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സോട് പറഞ്ഞ പ്രാവശ്യം മാർക്ക് മേടിക്കുക എന്നുള്ളത് ഭയങ്കര എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് പിടികിട്ടണ്ട. ഇനി 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. ആലോചിച്ച് ചെയ്യാട്ടാ, തെറ്റിക്കരുത് കേട്ടാ. 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ഈ കണക്കുകളൊന്നും പോരാ. 100 molecules of sucrose. 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ 100 molecules of sucrose. 4th സബ് ക്വസ്റ്റ്യൻ 100 molecules of sucrose. 100 molecules of sucrose. 100 മോളിക്യൂൾ അല്ലെ? സൂക്രോസിന്റെ 100 മോളിക്യൂളിന്റെ വെയിറ്റ്. സൂക്രോസിന്റെ വെയിറ്റ് വരുന്നത് C12H22O11. C12H22O11 ആണ് എന്ത് വരുന്നത്? സൂക്രോസിന്റെ ഫോർമുല വരുന്നത്.
മോളിക്യൂൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി GAM എടുക്കണോ GMM എടുക്കണോ എന്താ കാണിക്കുന്നത് എന്നുള്ളത് ക്ലിയർ. എന്നിട്ട് അതിനനുസരിച്ച് അതൊന്ന് ചെയ്തുകൊണ്ടുപോയി എന്താ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. അപ്പോ നിങ്ങൾ ഇവിടെ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? സുക്രോസിന്റെ GMM കാണണം അല്ലെ, അല്ലെങ്കിൽ മോളിക്യുലാർ മാസ് കാണും. തന്നെ ചെയ്യാൻ പറ്റുമോ? നേരത്തെയൊക്കെ ചെയ്തത് എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? ഒരെണ്ണത്തിന്റെ വെയിറ്റാ. ഇപ്പൊ എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? 100 എണ്ണത്തിന്റെ വെയിറ്റുമ്പോഴാണ് ചോദ്യം കേട്ടോ. എത്ര എണ്ണത്തിന്റെ വെയിറ്റുമ്പോഴാ? 100 എണ്ണത്തിന്റെ വെയിറ്റുമ്പോഴാണ് ചോദ്യം. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ, മൂവ് ചെയ്യട്ടെ. അപ്പൊ ആദ്യം നമുക്ക് മോളിക്യുലാർ മാസ് കണക്കാക്കാം. മോളിക്യുലാർ മാസ് നിങ്ങൾ തനിയെ ചെയ്തു പോകുന്ന മാസം തെറ്റ് എഴുതി വരാം. മോളിക്യുലാർ മാസ് ഓഫ് ആരാ? സുക്രോസ് അല്ലെ. സുക്രോസിന്റെ മോളിക്യുലാർ മാസ് 12 കാർബൺ 12 വീതം. കണ്ടോ ഇവിടെ കാർബണിന്റെ വെയിറ്റ് എത്ര എടുത്തേ? ഇവിടെ കാർബണിന്റെ വെയിറ്റ് എത്ര എടുത്തേ? 12 ആണ് എടുത്തത്. നോർമൽ വെയിറ്റ് ആണ് എതിർപ്പല്ലോ. കാരണം എന്തുകൊണ്ടാ കാർബൺ ജനറലി 12 ആണ് എടുക്കേണ്ടത്. നേരത്തെ എന്തുകൊണ്ടാ 14 എടുത്തേ? കാർബൺ 14 എന്നവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. പ്ലസ് 22 ഹൈഡ്രജൻ 1 വീതം, 11 ഓക്സിജൻ 16 വീതം. എത്രയാ വന്നേ മക്കളെ വെയിറ്റ്? ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നവർ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്ത് ഉത്തരം എഴുതാം. നോ പ്രോബ്ലം. എത്ര ആൻസർ വന്നേ? 342. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചടാ മക്കളെ. ഇവിടെ ഭാഷ എന്താ യൂണിറ്റ് എഴുതണ്ടേ? 342. ഇവിടെ എന്താ യൂണിറ്റ് എഴുതണ്ടേ? ആ യു ആണ് യൂണിറ്റ് എഴുതണ്ടേ അല്ലെ. ഇവിടെ 342 ഒന്ന് ഓർക്കം പറഞ്ഞേ. യു ഭാഷ സന്തോഷമാണ് യു എന്ന് പറയുമ്പോ. കാരണം എന്താ പലരും പറയാറില്ല എന്ന് പറയുന്നത്. എത്ര യു ആ? 142 യു. വെരി ഗുഡ്. എന്തുകൊണ്ടാ യു ആയേ? മോളിക്യുലാർ മാസ്. എന്തുകൊണ്ടാ യു ആയേ? മോളിക്യുലാർ മാസ്. ചെയ്യണ്ട ഇല്ല. ഇത് എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? ഈ യു എന്ന് പറയുമ്പോ എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? എത്ര എണ്ണത്തിന്റെ വെയിറ്റ്? ഒരെണ്ണത്തിന്റെ വെയിറ്റ് കേട്ടാ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഒരു മിനിറ്റ് ചെയ്യാൻ പറ്റേ? മറ്റേ മെത്തേഡിൽ ചെയ്യാൻ നമുക്ക് വേറെ കാര്യം ചോദിക്കട്ടെ. ഒരെണ്ണത്തിന്റെ വെയിറ്റ് എത്രയാ? ബാക്കായി. ആ നമുക്ക് എത്ര എണ്ണത്തിന്റെ വെയിറ്റാ വേണ്ടേ? 100 എണ്ണത്തിന്റെ വെയിറ്റ് എത്രയാ? 100 × 342 എന്ത്? യു. അപ്പൊ ഗ്രാമിലെ ആക്കാൻ എന്താ ചെയ്യണ്ടേ? ഇൻറ്റു എത്ര? 1.66 × 10⁻⁻24. ഐഡിയ മനസ്സിലായ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ മാഷ്. ഒരെണ്ണത്തിന്റെ വെയിറ്റ് എത്രയാ? അപ്പൊ 100 എണ്ണത്തിന്റെ വെയിറ്റ് എത്ര? എത്ര യു ആ? 100 × 342 യു അല്ലേ. അപ്പൊ ഗ്രാമിലേക്ക് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു യു എത്രയാ? 1.66. അപ്പൊ ഇത്രയും യു എന്തായിരിക്കും? ഈ വാല്യൂ ഇൻറ്റു 1.66 × 10⁻⁻24 ഗ്രാം. പിടി കിട്ടിയ? അങ്ങനെ ചെയ്തൂടെ? അങ്ങനെ ചെയ്യണില്ലേ തൽക്കാലം? മറ്റേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? കുഴപ്പമില്ലല്ലോ. 2 മെത്തേഡിൽ എന്ത് ചെയ്യാം? ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച്, തിരക്കൂട്ടല്ലേ. നേരത്തെ നമ്മൾ എന്താ എഴുതിയേ? 1 GMM ഇത്ര ഗ്രാം അല്ലേ അല്ലേ. പിന്നെ എന്താ എഴുതി? 1 GMM ഒരു പകരം എന്താ എഴുതി? 1 മോൾ ഇത്ര ഗ്രാം. എന്നിട്ട് എന്താ എഴുതി? 6 ഇത്ര ഗ്രാം അല്ലേ. എന്നിട്ട് ഒരെണ്ണത്തിന്റെ കണ്ടു അല്ലേ. ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ലേ? ആ ബോക്സ് ചെയ്ത സ്റ്റെപ്പ് ആലോചിച്ച് നോക്കിയേ. മാഷ് ചോദിക്കട്ടെ. 6.022 മോള് ശ്രദ്ധിക്കട്ടെ. 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് സുക്രോസ്. മോളിക്യൂൾസ് ഓഫ് സുക്രോസ്. ഇതിന്റെ വെയിറ്റ് എത്രയാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇതിന്റെ വെയിറ്റ് എത്രയാ? 342 ഗ്രാം. വെരി ഗുഡ്. 342 ഗ്രാം. ഒറ്റയടിക്ക് എഴുതിക്കൂടെ അത്? കാരണം എന്താ? ഒരു GMM അതായത് ഒരു മോൾ. ഞാൻ നിങ്ങൾ പറയടാ, നിങ്ങൾ മാറ്റി നോക്കിയിരിക്കണേ. ഒരു എന്താ? GMM അതായത് ഒരു മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാ അപ്പൊ നേരിട്ട് നമ്മൾ എഴുതുക 6.022 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളാണ്, ഒരു GMM ആണ്. അപ്പൊ എന്റെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താ പോരെ? മതിയോ? മതി. അപ്പൊ എന്ത് ചെയ്തു? 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് ഷുഗറിന്റെ വെയിറ്റ് എത്രയാ? 342 എന്ത് ഗ്രാം. എതിർപ്പില്ലല്ലോ. നമുക്ക് എത്രണ്ണത്തിന്റെ വെയിറ്റാ വേണ്ടേ? Therefore 100 molecules of എന്താണ്? Therefore 100 molecules of ആര്? സുക്രോസ്. 100 molecules of ആരാ? സുക്രോസ്. എത്രയാ പറഞ്ഞേ? 342. പെൺകുട്ടികളുടെ പറയുന്നില്ലല്ലോ, ഉറക്കെ പറയേ. ഇൻഡു എത്രയാ? 100 ബൈ എത്രയാ? 6.022 × 10⁻23 എന്ത്? യൂണിറ്റ് പറയുന്നുണ്ടോ? അത്ര എന്താ? ഗ്രാം. എതിർപ്പില്ലല്ലോ. ക്ലിയർ അല്ലേ?
അപ്പൊ അത് ചെയ്തു നോക്കി ഐഡിയ. അപ്പൊ മാഷ് ചെയ്തു പോലെ സാറില്ല. ഐഡിയ മനസ്സിലായോ എങ്ങനെയാന്നുള്ളത്? സമയം മാറിയോ ഇറങ്ങിയത്? 7:30 7:30 അപ്പൊ ഓൾറെഡി സമയം 7 6:40 ക്ലാസ്. ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടില്ല തോന്നുന്നു അല്ലേ? ഗ്രൂപ്പിൽ ഇട്ടുണ്ടല്ലോ മാഷ് സമയം. സാറില്ല സമയം എന്തായി? ഇപ്പൊ സമയം എന്തായി? 7:40 7:40 7:33. അപ്പൊ 7:30 എത്തിയത്. 7:30 വെച്ചിട്ടുണ്ടോ സാറില്ല. നാളെ 6:40 എത്തിക്കും കേട്ടോ. ഇയാളുടെ സ്കൂളിൽ തുറന്നാ? എവന് സ്കൂളിലേക്ക് പോകണ്ട? ഇന്ന് എവനെ വിളിച്ചേ സ്കൂളിൽ പോണ്ട. നാളെയാണ് തുറക്കുള്ളൂ. നാളെ നമുക്ക് സാധാരണ ടൈമിലേക്ക് വരാം. അപ്പൊ 6:40 6:30 ആക്കിയാലോ? ബുദ്ധിമുട്ടുണ്ടാ? കുഴപ്പമില്ലല്ലോ. 6:40 വരാന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഇപ്പൊ 6:40 വന്നാൽ സ്കൂൾ തുറക്കുമ്പോൾ എന്താക്കാം? 6:30 ആക്കാം. ഈ ഔണൂരിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് 6:40 6:45 മതി. ഇല്ലെങ്കിൽ നമുക്ക് 6:30 പിടിക്കാൻ പറ്റും കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം പറയാലോ. ട്യൂഷന് വരുന്ന കേസ് മാത്രമല്ല, സ്കൂളിലേക്ക് പോകുമ്പോഴായിക്കോട്ടെ ട്യൂഷന് വരുമ്പോഴായിക്കോട്ടെ, ഒന്ന് പേന താഴെ വെച്ചേ, ഒന്ന് ഒരൊറ്റ മിനിറ്റിട മക്കളെ. മടി പിടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ, മനസ്സിലാവണ്ട. മടി പിടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ പരീക്ഷ ആകെ എന്താവും? കൊള്ളാവൂട്ടാ. മനസ്സിലാവണ്ട. പല പരിപാടികളുണ്ടാവും, 100 കൂട്ടം പരിപാടികളുണ്ടാവും അല്ലെ? അമ്മാരെ വീട്ടിലേക്ക് പോകണം, അമ്മാമ്മയ്ക്ക് വയ്യാണ്ടാവും, പിന്നെന്താ പെരുന്നാള്, പൂരം. കഴിഞ്ഞ വർഷം വരെ പിന്നെയും പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇത് മാറ്റം വന്നിട്ടുണ്ട്. കാര്യമായിട്ടുള്ള എന്ത് വന്നിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട് സിസ്റ്റത്തില്. മനസ്സിലായി? ഞാനിപ്പോൾ എല്ലാ വർഷം കുട്ടികൾ വന്നിരിക്കുമ്പോ വെറുതെ പറയുക കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്? അല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി പറയണല്ല. കാര്യമായിട്ട് എന്ത് വന്നിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. ഈ മാർക്കിന്റെ സ്കീമൊക്കെ പറഞ്ഞിട്ടില്ലേ മാഷ്? ഉള്ള കാര്യം പറയാലോ. ഒരു ഹാഫ് CBSE ലെവലിലേക്ക് എന്ത് പഠിക്കുന്നുണ്ട്? +1 സ്റ്റേറ്റ് +2 സ്റ്റേറ്റ് പഠിക്കുന്നുണ്ട്. മനസ്സിലായോ? ഗ്രേഡിങ് ഭയങ്കര എന്തായിരിക്കും? കൂടുതൽ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷത്തെ ബാച്ചിലത്തെ പിള്ളേരൊക്കെ വന്നേ. അപ്പൊ ഈ പാലാ ബ്രില്യന്റിലെ 92% അവര് എന്ത് കൊടുക്കണേ? സ്കോളർഷിപ്പ് കൊടുക്കണ്ടായിരുന്നു. 92% മാർക്ക് ഉണ്ടെങ്കിൽ എന്ത്? ഹോസ്റ്റൽ ഫീ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ഫീസ് എന്താണ് കുറവില് പഠിക്കാനായിട്ട് അവസരം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഈ 92% ആണ് സാധാരണ എല്ലാ വർഷങ്ങളിൽ എന്ത് ചെയ്യാറുള്ളത്. ഇത്തവണ +2 റിസൾട്ട് വന്നപ്പോ അവിടെ ചേരാനായിട്ട് ഇതില്ല. 92% കിട്ടിയ വന്ന കുട്ടികളുടെ എണ്ണം വളരെ കഴിഞ്ഞ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു എന്നാ പറയണേ. എത്രയാണ് കുട്ടികൾക്ക് കൊടുക്കുക? 200 300 കുട്ടികൾക്ക് അവിടെ ഉണ്ടെന്നോ? കറക്റ്റ് നമ്പർ അറിയില്ല. എത്ര കുട്ടികൾ വന്നില്ല. അപ്പൊ ഈ കുട്ടി ഓഫീസിൽ പോയപ്പോ അവര് പറഞ്ഞത് 3A+ ഉള്ള അല്ലെങ്കിൽ 3A+3A ഉള്ള കുട്ടിക്ക് 90 91 ഒക്കെ പെർസെന്റേജ് ഉണ്ട്. ഈ റിസൾട്ടിന്റെ വേരിയേഷൻ അവിടെ നോക്കിട്ടാ നിങ്ങൾ. 92% ഉള്ള കുട്ടികളുടെ എണ്ണം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല A+ കുറവാണെങ്കിലും എത്ര മാർക്ക് പിടിച്ചിട്ടുണ്ട് അവര്? 90 above എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ 4A+ കിട്ടണമെങ്കിൽ ചിലപ്പോ 3A+ കിട്ടിയാൽ മാർക്ക് എന്തായിരിക്കും? കുറവായിട്ട് വരും. മനസ്സിലാവണ്ട പറയണത് പെർസെന്റേജ് നോക്കുമ്പോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ റിസൾട്ട് കിട്ടാൻ എന്തുണ്ട്? കുറച്ച് എന്ത് കാണിക്കും? ബുദ്ധിമുട്ട് ഉണ്ട് ഇപ്രാവശ്യം. അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവണ്ട പറയുന്നത്. പിന്നെ അത് മാത്രല്ല, എന്ത് നിലനിർത്തുക എന്നുള്ളൊരു വിഷയമുണ്ട്. മുഴുവൻ വിഷയങ്ങളിലും A+ നിലനിർത്തുക എന്നുള്ളൊരു വിഷയമുണ്ട്. അതും കുറച്ച് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഇതിന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും ഇവാലുവേഷൻ സ്കീമും കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ട്. നിങ്ങൾക്ക് അറിയാം, 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പഠിച്ചിട്ടുണ്ടാവില്ലേ? മാത്സ് ഒക്കെ മറ്റേ പുസ്തകം വെച്ച് കുറച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഏകദേശം പരീക്ഷയ്ക്ക് വന്ന സാധനങ്ങള് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്ത സാധനങ്ങളാ അല്ലേ? ഓൾറെഡി എന്ത് ചെയ്ത സാധനങ്ങളാ? പഠിച്ച സാധനങ്ങൾ തന്നെയായിരുന്നു. ശരിയല്ലേ? പക്ഷെ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ മാറുമ്പോ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രീവിയസിൽ റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ടാവോ? ഇല്ല. പാറ്റേൺ ഇപ്പോഴല്ലേ മാറി തുടങ്ങിയ പറയുന്നത് മനസ്സിലാവണ്ട. അപ്പൊ തിരൂർ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണത് +2 ഫിസിക്സോടെ NCERT ഫിസിക്സ് എക്സൈസ് ഒക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണത്. NCERT ഫിസിക്സ് എക്സൈസ് ഒക്കെ ചെയ്തു നോക്കാൻ പറ്റുക പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താവും? ഡിഫിക്കൽട്ട് ആവും എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയം നമ്മൾ മറ്റുള്ള പരിപാടികളിലേക്ക് വല്ലാണ്ട് സമയത്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് വല്ലാതെ എന്ത് ചെയ്യും? കുറയാനുള്ള സാധ്യതയുണ്ട്. ക്ലാസ് അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്? മുടങ്ങരുത്. മനസ്സിലാവണ്ട. അനാവശ്യമായിട്ട് ക്ലാസ് മുടങ്ങിയത്. അതുപോലെ മറ്റു പരിപാടി പൂരം പെരുന്നാൾക്കൊന്നും നടന്നിട്ട് യാതൊരു വക കാര്യമില്ല. മാർക്ക് ഗണ്യമായിട്ട് എന്ത് ചെയ്യും? ഇപ്രാവശ്യം പ്രത്യേകിച്ചും കുറയും. അതിന്റെ ഗൗരവം വീട്ടുകാരെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. വീട്ടുകാരാണല്ലോ കെട്ടിപ്പറിക്ക് കൊണ്ടുപോകും എല്ലാത്തിനും. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറയാ, അല്ലെങ്കിൽ മാർക്ക് ഉണ്ടാവില്ല. എന്തായി കിട്ടിയ ഉത്തരമായിട്ട് എന്ന് പറഞ്ഞ വർഷത്തിൽ എത്രയാ? 5.68 × 10⁻³ എത്രയാ?
20 gram ആണ് അല്ലെ. 10 raised to എത്രയാ -20 gram ആണ് എന്ത് ചെയ്തത് നമുക്ക് വന്നത്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആയില്ലേ. അടുത്തേക്ക് കിടക്കാം നമുക്ക്. ഇനി ഇത് ഏത് മോഡൽ വന്നാലും എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. എന്തായി, സെറ്റ് ആയോ? ഒരു ചെറിയൊരു ചോദ്യം ഇട്ട് കഴിഞ്ഞ് ചെയ്യാൻ പറ്റുമോ? തനിയെ ചെയ്യാൻ പറ്റുമോ? തനിയെ എന്നോ ചെയ്യാൻ ശ്രമിക്കാം. അടുത്തൊരു ചോദ്യം എഴുതുക. കാൽക്കുലേറ്റ് 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 ദ വോളിയം ഓഫ് 28 gram. Calculate the volume of 28 gram. Calculate the volume of 28 gram nitrogen molecule. 28 gram nitrogen molecule. Calculate the volume of 28 gram nitrogen molecule. 28 gram nitrogen എന്താണ്? വോളിയം കാണാനാണ് പറയുന്നത് അല്ലെ. Calculate the volume of 28 gram of N2 തന്നെ എഴുതുക കേട്ടോ. N2 തന്നെ എഴുതുക. വോളിയം ഒക്കെ ചോദിക്കുമ്പോൾ നൈട്രജൻ എന്തായിരിക്കും? ആറ്റായിട്ടായിരിക്കും നിൽക്കുക, മോളിക്യൂളായിട്ടായിരിക്കും നിൽക്കുക? മോളിക്യൂളായിട്ടായിരിക്കും. ഇത് വേറെ ഒരു ടൈപ്പ് പ്രോബ്ലം, ശ്രദ്ധിക്കുക. ഇവിടെ എന്താ ചോദിച്ചാണ് നമ്മുടെ അടുത്ത്? കാൽക്കുലേറ്റ് വോളിയം ഓഫ് പറഞ്ഞേ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അവരെന്താ തന്നേക്കണേ? ഗ്രാം. ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാം എന്തിന്റെ യൂണിറ്റാ? മാസ് അല്ലേ. അവരെന്താ തന്നേക്കണേ? നമുക്ക് മാസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നമ്മൾ ഇതുവരെ അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിരുന്ന ഇല്ല. ഇപ്പൊ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ. ശ്രദ്ധിക്കാം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതായത് ബോർഡിൽ ശ്രദ്ധിക്കുക കേട്ടോ, കണക്കെടുത്ത് നോക്കുക എങ്ങനെയാണ്. 1 മോൾ നൈട്രജന്റെ വെയിറ്റ് എത്രയാ? പറഞ്ഞേ. 1 മോൾ നൈട്രജന്റെ വെയിറ്റ് എത്രയാ? പറഞ്ഞേ. 1 മോൾ നൈട്രജൻ എന്താ അവിടെ കാണുന്നേ? N2. അപ്പൊ 1 മോൾ നൈട്രജന്റെ വെയിറ്റ് എത്രയാ? പറഞ്ഞേ. 28 gram. 28 മാത്രം പറഞ്ഞാൽ പോരാ. 28 gram. 28 എന്താ? ഗ്രാം. എതിർപ്പുണ്ടാ? ഒന്നുകൂടെ പറഞ്ഞേ. 1 മോൾ നൈട്രജന്റെ വെയിറ്റ് എത്രയാ? 28 gram. ഇപ്പൊ മാഷ ഏതിനെ വിട്ടു? ഇതിന് മുന്നും ഏതാ പറയാറ്? GMM പറയാറ് അല്ലേ. ഇപ്പൊ ഏത് വിട്ടു? GMM വിട്ടു. കുഴപ്പമില്ലല്ലോ. 1 മോളിന്റെ വെയിറ്റ് എത്രയാ? 28 gram. GMM ആണ്. അപ്പൊ നേരിട്ട് എഴുതുകയാണ്. 1 മോളിന്റെ വെയിറ്റ് എത്രയാ? 28 gram. 1 മോൾ എന്ത്? 1 മോൾ എന്ത്? നൈട്രജൻ ഗ്യാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വോളിയം ചോദിക്കുന്നത് കേട്ടോ. അടുത്ത അപ്പൊ 1 മോൾ നൈട്രജന്റെ വെയിറ്റ് എത്രയാ? 28 gram അല്ലേ. ഇനി ഒന്ന് ആലോചിക്കുക. 1 മോൾ നൈട്രജന്റെ വോളിയം എത്രയാ? 22.4 ലിറ്റർ. അപ്പൊ 22.4 ലിറ്റർ നൈട്രജൻ എത്ര ഗ്രാമാ? 28 gram. എതിർപ്പില്ലല്ലോ. 22.4 ലിറ്റർ നൈട്രജൻ എത്ര ഗ്രാമാ? 28 gram. നമുക്ക് എന്താ വേണ്ടത്? 28 gram നൈട്രജന്റെ 28 gram നൈട്രജന്റെ വോളിയം എത്രയാ? therefore പറയടാ 22.4. അപ്പൊ എങ്ങനെ എഴുതാം? therefore വോളിയം ഓഫ് 28 gram നൈട്രജൻ is equal to എത്രയാ? 22.4 ലിറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? മാസും പിന്നെ ആരാ? മാസും പിന്നെ ആരാ? വോളിയവും തമ്മിലുള്ള കണക്ഷൻ ആണ് അല്ലെ. ആരാണ്? മാസും വോളിയവും തമ്മിലുള്ള കണക്ഷൻ ആണ് അവിടെ വന്നത്. ആണോ? കുഴപ്പമില്ലല്ലോ. സിമ്പിൾ അല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ 1-2 കണക്കിൽ ഇനി അങ്ങനെ ചെയ്യണം. അങ്ങനെ നേരത്തെ നമ്മൾ മാസം ഇട്ടിട്ട് കളിക്കണ്ടായിരുന്നു അല്ലെ. മാസം ഇപ്പൊ ഏതിലേക്ക് വന്നു? അല്ലെങ്കിൽ വോളിയം ഇപ്പൊ ഏതിലേക്ക് വരണേ? നേരത്തെ വന്നപ്പോ ഒരു കണക്ക് ചോദിച്ചു മാഷ്. എന്താ 44.8 ലിറ്റർ എത്ര മോളാന്ന് ചോദിച്ചു. അപ്പൊ എത്ര മോളാന്ന് പറഞ്ഞു? അവിടെ വോളിയാണ് കണക്ക് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ കണക്ക് വന്നത്? മാസ് ടു വോളിയം. കുഴപ്പമില്ലല്ലോ. അപ്പൊ എങ്ങനെയാ ചെയ്തത്? 1 മോൾ നൈട്രജൻ 28 ഗ്രാമാ നമുക്ക് അറിയാം. 1 മോൾ നൈട്രജന്റെ വോളിയം എത്രയാ? 22.4 ലിറ്റർ ആണ്. 28 ഗ്രാം. അപ്പൊ നേരിട്ട് ഉത്തരം കിട്ടി. കാൽക്കുലേഷൻ വേണ്ടി വന്നു. ഇവിടെ എക്സ്ട്രാ കാൽക്കുലേഷൻ വേണ്ടി വന്ന. എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നുണ്ടാ? ഇല്ല. ചിലപ്പോ എന്ത് വന്നേക്കാം? കാൽക്കുലേഷൻ വേണ്ടി വന്നേക്കാം. നോക്കാം. നെക്സ്റ്റ് മാസ് വോളിയം കണക്ഷൻ അല്ലേ. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ചെയ്യണം. നാളത്തെ ക്ലാസ് തുടങ്ങിയിരിക്കും കേട്ടോ. നാളെ പെർസെന്റേജ് കോമ്പോസിഷൻ പഠിപ്പിക്കും.
തെറ്റിക്കിരിക്കും കേട്ടോ, ആലോചിച്ച് ചെയ്തോളൂ, തിരക്കൂട്ടിട്ട് തെറ്റിക്കിരിക്കും കേട്ടോ. കാൽക്കുലേറ്റ് ദ വോളിയം occupied at STP. കാൽക്കുലേറ്റ് ദ വോളിയം occupied at STP. തന്നെ ചെയ്തോളൂ കേട്ടോ. കാൽക്കുലേറ്റ് ദ വോളിയം occupied at STP. കാൽക്കുലേറ്റ് ദ വോളിയം occupied at STP by 0.2 mole of ammonia. By 0.2 mole of ammonia. By 0.2 mole of ആരാണ്? അമോണിയ. അമോണിയ എത്രയാണ്? NH3 കേട്ടോ. അമോണിയ എത്രയാ? NH3. By 0.2 mole of NH3. ആലോചിച്ച് ചെയ്യാൻ, തിരക്ക് കൂട്ടണ്ട, സമാധാനം പോലെ ചെയ്താൽ മതി കേട്ടോ. സമാധാനം പോലെ ചെയ്താൽ മതി. എന്തിനാ ചോദിച്ചാണ്? കണ്ടീഷൻ ഏതാ? STP. ചോദിക്കട്ടെ, STPയിലുള്ള 1 മോളിന്റെ വോളിയം എത്രയാ? അത് ഏത് ഗ്യാസിനാ? എല്ലാ ഗ്യാസിനും. കുഴപ്പമില്ലല്ലോ, ചെയ്തേ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ മിഠായി കണക്ക്, ബേസിക് ആയിട്ടുള്ള ആരും മിഠായി കണക്ക് അല്ലേ, കൂടുതലൊന്നും ചെയ്യാനില്ല. ട്രൈ ചെയ്തു നോക്കിയാൽ ദീന എന്താ പേര്? ദീന പറഞ്ഞു ചോദിച്ചോ, ഈസി ആയിട്ട് ചെയ്യും. അതെന്താ? 1 mole of ആരാ? NH3. എത്ര ഗ്രാമാ പറഞ്ഞ ദീന? എത്ര ഗ്രാമാ? 1 mole NH3. നൈട്രജൻ എത്രയാ? എത്ര പറഞ്ഞു? നൈട്രജൻ. പിന്നെ എത്ര എണ്ണം? എത്ര വെച്ച്? കൂട്ട് ശരിയല്ലടാ മക്കളെ. അപ്പൊ 1 mole NH3 എത്ര ഗ്രാമാ? 17 ഗ്രാം സെറ്റ് അല്ലേ? 1 mole NH3 അല്ലേ? നമുക്ക് ഇവിടെ എത്ര മോളിന്റെ വേണ്ടേ? അല്ല, വേറെ കാര്യമുണ്ട്. നമുക്ക് 0.2 mole NH3 എന്താ വേണ്ടേ? ഒരു വിഷയക്ക് പറ്റി ഗ്രാമത്തിന്റെ കണക്ക് വേണം. അവിടെ വേണ്ടല്ലോ. 1 mole NH3 എത്ര മോളിയാ പറയടാ? 22.4 നമുക്ക് എത്ര മോളാ? 0.2 mole of ആരാ? NH3. കണക്ക് പറഞ്ഞ എന്താ വരിക? 22.4 into 0.2 by 1. മിഠായി കണക്ക്. വല്ല പ്രശ്നം ഉണ്ടാ? എത്രയാ വന്ന ആൻസർ? എത്രയാ നിങ്ങൾ പറഞ്ഞോ? 4.4. Question number 38, 4.48 ലിറ്റർ. എത്ര പേർക്ക് എത്താൻ പറ്റി? ഫൈനൽ ആൻസർ വരെ ഒരാൾക്ക് കിട്ടി. അഞ്ജലി കിട്ടി. കിട്ടിയോ? ജെസ്സി കിട്ടി. എവര് കിട്ടിയിട്ടുണ്ടായിരുന്നു? കണക്ക് ഡെവലപ്പ് ചെയ്ത് വരട്ടെ കേട്ടോ. ബാക്കിയുള്ള മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് സ്പീഡ് ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളൂ. അതെന്താ അങ്ങനെ എഴുതി വെച്ചേ? ബൈ എത്രയാ? മാഷ പഠിപ്പിക്കണ എഴുതടാ, തെറ്റി എഴുതല്ലേ. 4.48 ലിറ്റർ. അടുത്ത കണക്ക് എഴുതട്ടെ? എഴുതി. അപ്പൊ ആലോചിച്ച് ചെയ്തോളാം, തെറ്റിക്കരിക്കും കേട്ടോ. ആലോചിച്ച് ചെയ്യാട്ടോ, ആലോചിച്ച് ചെയ്തോളൂ. കാൽക്കുലേറ്റ് the volume of nitrogen. Sorry, ഒന്ന് ആലോചിച്ച് ചെയ്യണം കേട്ടോ, നല്ലപോലെ ആലോചിച്ച് ചെയ്യണം. Calculate the number of atoms. Calculate the number of atoms present in. Calculate the number of atoms present in. Calculate the number of atoms of ഇത് കൊടുത്തു, സോഡിയം കൊടുത്തു. സോഡിയം. Calculate the number of atoms of sodium present in. Present in which is equal to എന്താണ്? number of atoms present in
സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ട്. പ്രസന്റ് ഇൻ എത്രയാ 44.8 ലിറ്റർ ഓഫ് നൈട്രജൻ. 44.8 ലിറ്റർ ഓഫ് നൈട്രജൻ. അപ്പൊ ഈ വോളിയം തരുമ്പോ നൈട്രജൻ ആറ്റാ മോളിക്യൂളാ? മോളിക്യൂള് അല്ലെ? ചോദ്യം വായിച്ചു നോക്കിയിട്ട് അർത്ഥം മനസ്സിലാവുണ്ടോ നോക്കിയേ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് സോഡിയം പ്രസന്റ്. അപ്പൊ എന്തിന്റെ എണ്ണ കാണണ്ടേ? സോഡിയം ആറ്റങ്ങളുടെ എണ്ണമാണ് കാണണ്ടേ. ക്ലിയർ? വിച്ച് ഇസ് ഈക്വൽ ടു, ആ സോഡിയം ആറ്റങ്ങളുടെ എണ്ണം ഏതിനോട് ഈക്വൽ ആവണം എന്നാ പറയണേ? ഏതിനോട് ഈക്വൽ ആവണം? ഏതിനോട് ഈക്വൽ ആവണം? 44.8 ലിറ്റർ ഓഫ് നൈട്രജനിലുള്ള ആറ്റംസിന്റെ എണ്ണത്തിനോട് ഈക്വൽ ആവണം. അപ്പൊ എത്ര സോഡിയം ആറ്റം ഉണ്ടാവും? അപ്പൊ നിങ്ങൾ സോഡിയം വെച്ചിട്ടാണോ കണക്ക് ചെയ്യണ്ടേ? അല്ല, ഏത് വെച്ചിട്ട് കണക്ക് ചെയ്യണ്ടേ? നൈട്രജൻ വെച്ചിട്ട് കണക്ക് ചെയ്യണം അല്ലെ? തന്നിട്ടുള്ള നൈട്രജന്റെ സാമ്പിളിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്ര ആറ്റംസ് ആണ് എവിടെ ഉണ്ടാവുക? സോഡിയത്തിൽ ഉണ്ടാവാന്ന് എഴുതണം. കുഴപ്പമില്ലല്ലോ. ഈ ചോദ്യത്തിൽ എന്താ വ്യത്യാസം? നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 44.8 ലിറ്റർ ഓഫ് നൈട്രജൻ ചോദിച്ചാൽ മതി. ഒരു ഫ്രെയിം കൂട്ടി വെച്ചേക്കുക. എന്താ? അതിന്റെ എണ്ണ ആണ് ഇതിനോട് ഈക്വൽ ആവണേ, സോഡിയത്തിന്റെ എണ്ണത്തിനോട് ഈക്വൽ ആവുന്നേ. അപ്പൊ അങ്ങനെ ഒരു ഫോർമാറ്റ്. പല രീതിയിലുള്ള ചോദ്യം വരും. ഇതിന്റെ മുകളിലേക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇതിൽ എത്ര സോഡിയാറ്റ് എടുക്കണം? അപ്പൊ നമ്മള് എത്ര സോഡിയാറ്റ് എടുക്കണം? എത്ര സോഡിയം മാറ്റം കൊണ്ടുവരണം? എവിടെയുള്ള എണ്ണത്തിന്റെ അനുസരിച്ച് നൈട്രജൻ ഗ്യാസിലുള്ള ഉറക്കെ പറഞ്ഞേ 44.8 ലിറ്റർ നൈട്രജൻ ഗ്യാസിലുള്ള ഉറക്കെ പറ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള സോഡിയാറ്റാണ് അല്ലെ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സോഡിയം ആറ്റംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസന്റ് ഇൻ എന്നാണ് ചോദിച്ചാണ്. ഓക്കെ, ചെയ്തേ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കണക്ക് ആദ്യം നമുക്ക് സംസാരിക്കാം, എന്നിട്ട് ചെയ്യാം. 44.8 എത്ര ലിറ്ററാ? 44.8 ലിറ്റർ, സോറി, എത്ര മോളാ? 2 മോള്. അപ്പൊ എത്ര നൈട്രജൻ മോളിക്യൂൾസാ? 2 മോള്. അപ്പൊ എത്ര എണ്ണ? 2. എന്താ കിട്ടാതെ? 1 മോളിൽ എത്ര എണ്ണടാ? 6.02. അപ്പൊ ഇവിടെ എത്ര മോളാ? അപ്പൊ 2 മോളിൽ എത്ര എണ്ണ? 2 × 0.2 × 10⁻23 എന്താ? 10⁻23 എന്താ? ഒക്കെ പറ. കറക്റ്റാ? പറഞ്ഞോ. മോളിക്യൂൾസ്. അതാണോ ഉത്തരം? അല്ല. ഇന്ത്യ എന്തൂടെ വരും? ഇന്ത്യ എന്തൂടെ വരും? ജെന്നിഫർ പറഞ്ഞ് കറക്റ്റാണ്. ഇന്ത്യ എന്തൂടെ വരും? 2 കൂടെ വരും. എന്തുകൊണ്ടാ? ഇവരെന്താ ചോദിച്ചാണ് ജെന്നിഫർ റോസേ? നമ്പർ ഓഫ് നൈട്രജൻ നോക്ക് ആറ്റംസ്. നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മോളിക്യൂൾസ് കിട്ടുക. അതിലെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ആറ്റത്തിലേക്ക്. ഒരു നൈട്രജൻ ആറ്റത്തിൽ എത്ര അല്ല, ഒരു നൈട്രജൻ മോളിക്യൂളിൽ എത്ര ആറ്റാ? ഒരു നൈട്രജൻ മോളിക്യൂളിൽ എത്ര ആറ്റാ? 2 ആറ്റ. അപ്പൊ ഇത്രയും നൈട്രജൻ മോളിക്യൂൾസിൽ എത്ര ആറ്റായിരിക്കും? ഇത് × 2 ചെയ്തേ. ആ നമ്പർ പറഞ്ഞത് ക്ലാസ്സുകളൊന്ന് കാണണം കേട്ടോ ആദ്യം മുതലേ, എന്നാൽ അത് കറക്റ്റ് ആയിട്ട് മുഴുവൻ വരുള്ളൂ. ഏതാ? തുടക്കം എങ്ങനെ എഴുതുക ശ്രദ്ധിക്കുക. നമുക്കപ്പോ ഇപ്പൊ എങ്ങനെ ചെയ്യാം? സ്റ്റാർട്ടിങ് എങ്ങനെ എഴുതാം? സ്റ്റാർട്ടിങ് നമ്മുടെ വോളിയം ആണ് പഠിക്കണം അല്ലേ? അല്ലേ? 22.4 ലിറ്റർ നൈട്രജൻ എത്ര മോളാ? 1 മോൾ. അപ്പൊ 44.8 ലിറ്റർ നൈട്രജൻ എത്ര മോളാ? 2 മോൾ. ആ കണക്ക് എഴുതണല്ലോ മാഷ്, ഇരട്ടി. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാ? അപ്പൊ 2 മോൾ നൈട്രജൻ ആരാ? നൈട്രജൻ ആരാ? 2 മോൾ എന്ന് വെച്ചാൽ എത്രയാ? 2 × 6.02 × 10⁻⁴ നൈട്രജൻ ആരാ? നൈട്രജൻ ആരാ? പറയടാ. മോളിക്യൂൾസ്. അപ്പൊ എത്ര ആറ്റം ഉണ്ടാവും? ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായ? ഒരു നൈട്രജൻ മോളിക്യൂളിൽ എത്ര ആറ്റാ? പറയ്. 2 ആറ്റം. അപ്പൊ ഇത്രയും നൈട്രജൻ മോളിക്യൂൾസിന് എത്ര ആറ്റാ? ഇത് × 2. അപ്പൊ 2 × 6.022 × 10⁻23 × 2 അത്രയും നൈട്രജൻ ആര്? അത്രയും നൈട്രജൻ ആര്? അപ്പൊ ഇത്രയും സോഡിയാറ്റങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എടുക്കാനായിട്ട്.
ഇതിലുള്ള നൈട്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമായിട്ടുള്ള എന്താണ് സോഡിയം ആറ്റം എടുക്കാനാണ് പറയുന്നത്. കിട്ടിയ സ്റ്റെപ്സ് എഴുതി ചെയ്തോളൂ. ഡ്രസ്സിച്ചോ നേരെ സ്റ്റെപ്സ് ഉൾക്കൊള്ളി ചെയ്തോളൂ. ടൈപ്പിലോ അപ്പൊ അത്രയും നൈട്രജൻ എത്രയും വാല്യൂ വരുന്നത് പറഞ്ഞ 24 പോയിന്റ് സംതിങ് 2.4 സംതിങ് ഇൻറ്റു 10⁻24 ആയിരിക്കും. 24. ലാസ്റ്റ് ചോദിച്ചിട്ട് എഴുതിയാ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ചേ. ഇത്രയും സോഡിയം ആറ്റം അല്ലെ ഇത്രയും നമ്പർ ഓഫ് എന്തെടുക്കണം എന്ന് പറഞ്ഞു, സോഡിയം ആറ്റംസ് എടുക്കണം എന്ന് പറഞ്ഞു. അതിന്റെ മാസ് എനിക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അല്ലെ. ആ ചോദ്യം ഒരു ചോദ്യം എഴുതി, അടുത്തൊരു ചോദ്യം, ലാസ്റ്റ് ചോദ്യം കേട്ടോ. കാൽക്കുലേറ്റ് the mass of sodium which contains same number of atoms. Calculate the mass of sodium which contains same number of atoms as are present in 15 gram calcium. 15 gram calcium as are present in 15 gram calcium. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായത് വരുന്നു. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ആരാണ്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സോഡിയം. എത്ര മാസ് സോഡിയം വേണം അല്ലെ? സോഡിയം വിച്ച് കണ്ടെയ്ൻ എന്താ പറഞ്ഞേ? വിച്ച് കണ്ടെയ്ൻ ആരാ? സെയിം നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ പറയൂ. പ്രസന്റ് ഇൻ എത്രയാണ്? 15 gram ഓഫ് കാൽസ്യം. ഐഡിയ മനസ്സിലായ? 15 gram കാൽസ്യത്തിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്ര തന്നെ എന്ത് ആറ്റംസ് കിട്ടണം നമുക്ക്? പറയേ. സോഡിയം ആറ്റംസ് കിട്ടണം. അപ്പൊ എത്ര ഗ്രാം സോഡിയം എടുക്കണം എന്നാണ് ചോദിക്കണത്. എത്ര ഗ്രാം സോഡിയം എടുക്കണം എന്നാണ് ചോദിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 15 ഗ്രാമിലുള്ള 15 ഗ്രാം കാൽസ്യത്തിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാണണ്ടേ? എത്ര മോളാന്ന് കണ്ടൂടെ? അപ്പൊ കുഴപ്പമുണ്ട? മോൾ ശ്രദ്ധിക്കും മനസ്സിലാക്കാം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു എന്താ ഫോർമുല ചെയ്യാൻ പഠിക്കുന്നത് എന്താ? ഗിവൺ മാസ് ബൈ GAM. GAM ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആറ്റത്തിന്റെ മോള കിട്ടുക അതോ മോളിക്യൂൾസിന്റെ മോള കിട്ടുക? ആറ്റത്തിന്റെ. ഗിവൺ മാസ് എത്രയാ? പറയേ. 15. GAM എത്രയാ? കാൽസ്യത്തിന്റെ പഠിപ്പിച്ചാണ്. എത്രയാ? 40. 15/40 എന്ന് അടിച്ചു എത്ര പറഞ്ഞു? 0.8 പറഞ്ഞത്. 15/40 0.37 മോൾ മതി. അത്രയും മോൾ എന്താ? അത്രയും മോൾ കാൽസ്യം. അത്രയും മോൾ കാൽസ്യം ആറ്റംസ്. കുഴപ്പമില്ലല്ലോ. നമുക്ക് എത്ര സോഡിയം ആറ്റം വേണം? അപ്പോ 0.37 മോൾ സോഡിയം ആറ്റം വേണം. അതിന്റെ എന്താ കണ്ടുപിടിക്കണ്ടേ? അതിന്റെ ഗിവൺ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ? സോഡിയത്തിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് എത്രയാ? നമ്പർ ഓഫ് മോൾസ് എത്ര വേണം? 0.37 മോൾ വേണം. ഓഫ് ആര്? 0.37 മോൾ സോഡിയം ആറ്റം വേണം അല്ലേ? ആണോടാ? ശരിയല്ലേ? ഗിവൺ മാസ് അറിയോ നിങ്ങൾക്ക്? ഇതിന്റെ ഗിവൺ മാസ് അറിയോ? അറിയില്ല. പക്ഷെ എന്തറിയാം? സോഡിയത്തിന്റെ GAM അറിയാം. സോഡിയത്തിന്റെ GAM എത്രയാ? 23 ആണോ? അപ്പൊ നമുക്ക് മാസ് കാണാം. എങ്ങനെയാ മാസ് കാണാൻ പറ്റുക? ഒന്നുകൂടെ എഴുതാം മാഷെ. നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആരാ? GAM. ഒന്നുകൂടെ എഴുതി. നമ്പർ ഓഫ് മോൾസ് എത്ര വേണം? 0.37 വേണം അല്ലെ? അത് എവിടെയുള്ളതാ? എത്ര കാൽസ്യത്തിലുള്ളതാ? 15 ഗ്രാം കാൽസ്യത്തിലുള്ള ആരുടെ എണ്ണം?
കാൽസ്യത്തിന്റെ എണ്ണം അത്ര എണ്ണം തന്നെയല്ലേ ഇവിടെയും വേണ്ടത്? ആണോ? ശരിയല്ലേ? അപ്പൊ എന്താ എഴുതണ്ടേ? 0.37 ഈക്വൽ ടു ഇവിടെ മാസ് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ജി ആയുമ്പോ എത്രയാ? 23. അപ്പൊ എന്താ 0.37 ഇൻറ്റു എത്ര ചെയ്താൽ മതി? 23 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാസ് കിട്ടില്ലേ? മാസ് എത്രയാ പറഞ്ഞ നോക്കിയേ. 0.37 ഇൻറ്റു 23 എത്രയാ? എത്ര ഗ്രാമാ? 8.5 gram ഓഫ് സോഡിയം. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്താ? 8.5 gram സോഡിയത്തിലുള്ള അതേ നമ്പർ ഓഫ് ആറ്റംസ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ റീഡ് ചെയ്തേ. 5 gram സോഡിയത്തിലുള്ള അതേ നമ്പർ ഓഫ് ആറ്റംസ് തന്നെയാണ് എവിടെ ഉണ്ടാവുക? 15 gram ആര്? കാൽസ്യത്തിൽ ഉണ്ടാവും. കുഴപ്പമില്ല. ചോദ്യം മനസ്സിലായ? 15 gram കാൽസ്യത്തിലുള്ള അതേ നമ്പർ ഓഫ് ആറ്റംസ് വരുന്ന സോഡിയത്തിന്റെ എന്ത് മാസാണ് ചോദിച്ചത്. കിട്ടിയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 15 gram കാൽസ്യത്തിലുള്ള എന്ത് കണ്ടെത്തി? 15 gram കാൽസ്യത്തിലുള്ള എന്ത് കണ്ടെത്തി? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടെത്തി. എന്തിനു കണ്ടെത്തി? മോൾസിൽ കണ്ടെത്തി. എന്നിട്ട് അതിൽ നിന്ന് സോഡിയത്തിന്റെ GAM വെച്ചിട്ട് എന്ത് ഡിറൈവ് ചെയ്തെടുത്തു? മാസ് ഡിറൈവ് ചെയ്തെടുത്തു. എതിർപ്പില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 8.5 gram സോഡിയത്തിൽ എത്ര മോൾ ഉണ്ടാവും? എത്ര മോൾ ഉണ്ടാവും? 0.37. 8.5/23 എന്ന് ചോദിക്കേ. 8.5/23. 8.5/23 എത്രയാ? എത്രയാ വന്നേ? 0. അതായത് ഗിവൺ മാസ് ബൈ എന്താ? GAM ആണ് ചോദിക്കുക. അപ്പോ 8 gram സോഡിയം എന്ന് പറഞ്ഞാൽ 0.37. 15 gram കാൽസ്യം എന്ന് പറഞ്ഞാലും എത്ര? 0.37. കുഴപ്പമില്ലല്ലോ, സംശയമില്ലല്ലോ. ഇന്ന് കൊണ്ട് ചെയ്ത് കണക്കോളൊക്കെ എന്ത് ചെയ്യണം? നാളേക്ക് എഴുതി പഠിച്ചു വരണം. അപ്പൊ മനസ്സിലാക്കിയിട്ട് വരണം. ഇതിൽ കുറെ കൺഫ്യൂഷൻസ് എന്താ ബാക്കി ഉണ്ടാവും. സ്വാഭാവികമാണ്, കൺഫ്യൂഷൻസ് വരുന്നുണ്ടാവും, ഉറപ്പാണ്. നാളെ വന്നിട്ട് ആ കൺഫ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? ചോദിക്കുക. ചെയ്ത് പഠിക്കുമ്പോഴാണ് എന്തെങ്കിലും കൺഫ്യൂഷൻ വരിക. തന്നെ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ആ മാത്സ് ക്ലാസ്സുകളൊന്ന് കാണണം കേട്ടോ. പുറകിൽ നിൽക്കണവര് മാത്സ് ഒന്ന് കണ്ട് പോകണം കേട്ടോ. എന്നോട് പേര് ആഡ് ചെയ്തിട്ടില്ലല്ലോ നമ്മള് ഗ്രൂപ്പിലല്ലേ? ഇതിലൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. ആ ഫീസ് ക്ലിയർ ചെയ്യാനുള്ളവരെ എന്ത് ചെയ്യുക? എന്തൊക്കെയൊന്ന് ക്ലിയർ ചെയ്യുക. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ക്ലാസ്സിന്റെ കാര്യം. ശരിയാണ്. താങ്ക് യു. നാളേക്ക് പഠിക്കാനപ്പോ